അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് ആ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ ഈ എതിർ ക്രിസ്തുവിന്റെ വെളിപ്പെടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വളരെ ഗൗരവമായി ദൈവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഗൗരവമുള്ള വിഷയമാണ് അധ്യായത്തിൽ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അവതരിപ്പിച്ചു വന്നിട്ട് അതിന്റെ 14-ാമത്തെ വാക്യം എത്തുമ്പോൾ എടുത്തു പറഞ്ഞു, ഒന്ന് വായിച്ച്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നിങ്ങളെ ദൈവസഭയാകുന്ന തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നിങ്ങളെ കർത്താവ് എങ്ങോട്ട് വിളിച്ചു? പറഞ്ഞാട്ടെ, രക്ഷയിലേക്ക് വിളിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അപ്പൊ നിങ്ങളെല്ലാവരും രക്ഷയിലേക്ക് വന്നവരാ. നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ രക്ഷയിലേക്ക് ദൈവം വിളിച്ച്? നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, താവേ രക്ഷയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ പാട്ട് പാടിയപ്പോൾ പാടി, അതുകൊണ്ട് ജാതികളായ നമുക്ക് രക്ഷ കിട്ടി എന്നൊക്കെ നമ്മളിപ്പോൾ പാടി. അപ്പം നമുക്ക് ഈ രക്ഷയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയപ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ. ഇത് പറയുന്നത് പൗലോസ് ആണ് പറയുന്നത്. ഞങ്ങളെ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരെ ചേർത്തുകൊണ്ടാകാൻ പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് പൗലോസ് ആയതുകൊണ്ടും സുവിശേഷകർക്കായതുകൊണ്ടും ഇന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാം, ഞങ്ങളെപ്പോലുള്ള സുവിശേഷകന്മാരിലൂടെ സുവിശേഷം അറിയിച്ച ദൈവം നിങ്ങളെ ഈ രക്ഷയിലേക്ക് വിളിച്ചത് എന്തിനാണ്? ആരും മിണ്ടുന്നില്ല. എന്തിനാ? അവന്റെ മഹത്വം പ്രാപിക്കണം. ഇന്നത്തെ പെന്തക്കോസ്തുകോളം മറന്നുപോയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് പലർക്കും അത് പറയാൻ വലിയ ബുദ്ധിമുട്ട്. കാരണം പഴയ കാലങ്ങളിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇന്ന് ഞങ്ങള് രാത്രി കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വണ്ടി ഓടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ മിഡ് നൈറ്റ് 12 മണി 1 മണിയൊക്കെ സമയം ആകുമ്പോഴായിരിക്കും മിക്കവാറും വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വഴിയിൽ പോലീസുകാർ കൈ കാണിക്കാറുണ്ട്. അപ്പൊ ചോദിക്കും, അവിടെ പോയിട്ട് വരിക. അപ്പൊ നമ്മൾ പറയും, ഉപദേശിയാ, പ്രസംഗം കഴിഞ്ഞ് വരിക. അപ്പൊ പിന്നെ രണ്ടാമത്തൊരു ചോദ്യമില്ല, അവിടെ അങ്ങ് വിടുകയാണ്. എന്നാൽ ഇന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞാലോ ഉപദേശിമാരാ ദൈവം പെന്തക്കോസ് എന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എന്നാൽ പെന്തക്കോസ് എന്ന് കേട്ടാൽ പിശാച് മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ആൾക്കാർ വെറുത്ത്, എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാ വേഷം മാറി വന്നിരിക്കുക, വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു, അയ്യോ സൂക്ഷിച്ചോണം, പള്ളിക്കകത്ത് കയറ്റ്, വീട്ടിൽ കയറ്റെന്നൊക്കെ പറഞ്ഞ് കാണുന്നത് തന്നെ അങ്ങ് അവജ്ഞയായി തോന്നുന്ന നിലവാരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ പോലും തങ്ങൾക്കുണ്ടായിരുന്ന പലതും ചപ്പൊന്നും ചവറെന്നും കണ്ട് വലിച്ചെറിഞ്ഞൊരു കൂട്ടം ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചൊരു കാലമുണ്ട്. അവരോട് ചോദിക്കണം, എന്തിനാ നിങ്ങൾ ഈ പെന്തിക്കോസിൽ തുള്ളാൻ പോയെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, വല്ലവിധേനെ നിത്യത പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്തിനാ പെന്തിക്കോസിൽ വന്നതിന്. കാരണം നിത്യത എന്നുള്ളൊരു സബ്ജക്റ്റ് ഇന്ന് പലയിടത്തും കാണാനും കേൾക്കാനുമില്ല. പകരം സാമ്പത്തിക വിടുതൽ, കടഭാരം, കൊച്ചിനെ കെട്ടിക്കാം, വീട് വെക്കാം, കടത്തിന്റെ കെട്ടഴിക്കും, അങ്ങനെ പലവിധമാകുന്ന കെട്ടഴിക്കുന്നവർ രംഗത്ത് വന്നപ്പോൾ നിത്യത സെക്കൻഡറി ആയി മാറിക്കൊണ്ട് മറ്റു പലതിനും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു നിലവാരത്തിലേക്ക് ആത്മീയ ഗോളം വഴിമാറി. അതിൽ അത്ഭുതമില്ല, കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് രക്ഷയുടെ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ എന്നെ കേൾക്കുന്നു, മീഡിയയിലൂടെ കേൾക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, അടിവരയിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാ ഈ രക്ഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ചത്? ഒറ്റ മറുപടി, വല്ലവിധേനയും മഹത്വം പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. അതിനാണ് ഈ രക്ഷയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചത്. അടുത്ത പദം പറയുകയാണ്, ആകയാൽ, അതുകൊണ്ട്, വായിച്ചോ, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. പദം ഒന്നുകൂടെ വായിച്ചാ. ആകയാൽ സഹോദരന്മാരെ, അടുത്തത്, നിങ്ങൾ ഉറച്ചു നിന്ന്. ഒന്ന്, എന്തിനാ വിളിച്ചത് പറഞ്ഞേ? എന്തിനാ? അല്ല, വിളിച്ചത് എന്തിനാ? മഹത്വം പ്രാപിക്കാൻ. മഹത്വം പ്രാപിക്കണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഇപ്പം പൗലോസിനൊരു കാര്യം അറിയാം, ഇതിനകത്ത് ഇറങ്ങുന്നതല്ല പാട്, പിന്നെ ഇതിനകത്ത് നിൽക്കാനാ പാട്. 14 വർഷത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്ത് ഇറങ്ങുന്നത് എളുപ്പമാ. പുതിയ SI ചാർജ് എടുത്ത പോലെ ഭയങ്കര ആവേശമാണ്.
ആരെ കണ്ടാലും യേശു യേശു, യേശുവില്ലാതെ ഊണില്ല ഉറക്കമില്ല, ഭയങ്കര ആവേശമായി ഇറങ്ങുമ്പോൾ. പക്ഷേ പോകെ 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 വരുമ്പോൾ ഇതിനകത്ത് നിൽക്കാനാണ് പാട്. എന്നാൽ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഓ ഇതൊന്നും നടക്കത്തില്ലടേ, ഇതൊന്നും ശരിയല്ലടേ, ഇവന്മാരെല്ലാം കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്നവനല്ല മഹത്വം പ്രാപിക്കുന്നത്, ഉറച്ചു നിൽക്കുന്നവനാണ് മഹത്വം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അടുത്ത പദം ഉറച്ചു നിന്നും കൊണ്ട് എന്തു വേണം? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളുവേൻ. അപ്പൊ മഹത്വം പ്രാപിക്കണമെങ്കിൽ പ്രമാണത്തിൽ നിൽക്കണം. വാക്കിനാലോ ലേഖനത്താലോ ദൈവസഭയ്ക്ക് എഴുതപ്പെട്ട പ്രമാണമുണ്ട്, ഉപദേശം ഉണ്ട്. എന്തുണ്ട്? ഉപദേശം ഉണ്ട്. ആ 2 യോഹന്നാൻ ആ 9-ാം വാക്യം ഒന്ന് വായിച്ചു കൊടുത്തേ. 2 യോഹന്നാൻ 9-ാം വാക്യം ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്, ഒന്ന് വായിച്ചേ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അടുത്തതോ? ഉപദേശത്തിൽ നിൽക്കുന്നവനോ, ഉപദേശത്തിൽ നിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. മതി. അപ്പൊ ഉപദേശത്തിൽ നിൽക്കുന്നവന് ദൈവമുണ്ട്, ഉപദേശത്തിൽ നിൽക്കാത്ത ഒരുത്തനും ദൈവമില്ല. അപ്പൊ ഇവിടെ പറയുകയാണ് മഹത്വം പ്രാപിക്കണമെങ്കിൽ ഉപദേശമുണ്ട്. വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്നിരിക്കുന്ന പ്രമാണമുണ്ട്, അതിൽ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നീ മഹത്വം പ്രാപിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലേഖനത്താല് എഴുതപ്പെട്ട പ്രമാണങ്ങൾ ദൈവസഭയ്ക്കുണ്ട് എന്നാണ് പൗലോസ് പറഞ്ഞത്. ഏതാണ് ഈ ലേഖനങ്ങൾ? എന്താണ് ഈ ഉപദേശങ്ങൾ? എന്താണ് ഈ പ്രമാണങ്ങൾ? ഈ ലേഖനങ്ങളുടെ പശ്ചാത്തലം എന്താണ്? ഇത്യാദി കാര്യങ്ങൾ പ്രാരംഭ സെക്ഷനിൽ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ അടുത്ത ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് ദൈവത്തിങ്കൽ നിന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് നഷ്ടം സംഭവിച്ചു പോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുക എന്നുള്ള രക്ഷാ പദ്ധതിയാണ് ബൈബിളിന്റെ ആകെ തുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവമായിട്ടുള്ള തേജസ്സിൽ, ദൈവത്തോട് ഒന്നിച്ചായി ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞ അവസ്ഥയിലായിരുന്നു ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയും. ആ കൂട്ടായ്മ മനുഷ്യനെ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അടിസ്ഥാനപരമെല്ലാം നമ്മൾ കണ്ടും കേട്ടുമിരിക്കുന്ന വിഷയം, അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ചരാചരങ്ങൾ ഇടജാതി മൃഗജാതി കന്നുകാലി നാൽക്കാലി പർവ്വജാതി, അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ലെന്ന് കണ്ട് തക്ക തുണയുണ്ടാക്കി കൊടുത്ത് ഏതെനിൽ അവരെ ആക്കി വെച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത കഥാപാത്രമാണ് ലൂസിഫർ. നമുക്കറിയാം, ഈ പിശാചിൻ്റെതായ വഞ്ചനയിൽ, ചതിയിൽ അകപ്പെട്ട് പാപത്തിൽ വീണുപോയ മനുഷ്യവർഗം, അവിടെയാണ് വിഷയത്തിന്റെ തുടക്കം. പാപത്തിൽ മനുഷ്യൻ വീണു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ മുഴുവൻ സംഹരിച്ചു കളഞ്ഞിട്ട് ദേഷ്യം വന്ന്, കോപം വന്ന്, മുട്ടിയടിച്ചിട്ട് സംഹാര താണ്ഡവമാടിയ സംഹാരമൂർത്തിയല്ല നമ്മുടെ ദൈവം. മറിച്ച് പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ രക്ഷാ പദ്ധതികളുമായി ഈ പീറ മനുഷ്യന്റെ പിറകെ നടക്കുന്ന സ്നേഹവാനായ ഒരു ദൈവത്തെയായി പുസ്തകത്തിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. 2002 ഞാൻ ഈ പുസ്തകം എടുത്തപ്പോൾ അന്നോട്ടേ പലരും ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാടാ നീ നല്ലൊരു മതം വിട്ടെന്തിനാ പോയത്, എന്തിനാ ഈ പുസ്തകം എടുത്ത് ക്രിസ്ത്യാനിയുടെ കൂടെ ഇറങ്ങി, എന്തിനാ എന്നൊക്കെ പറഞ്ഞു. ഏകദൈവത്തെ വിട്ട് 3 ദൈവങ്ങളുടെ അടുക്ക പോയല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നും വെല്ലുവിളിക്കുന്നു, ഇന്നും വെല്ലുവിളിക്കുന്നു. ഞാൻ 3 ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ഏകദൈവത്തെയാണ് ആരാധിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് വന്നപ്പോൾ ചിലർ പറയുന്നു ഇവിടെ 3 എണ്ണം ഉണ്ടെന്ന്. മേളിൽ ചെല്ലുമ്പോൾ 3 പേര് 3 കസേരയിൽ ഇരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, ബോധമില്ലാത്തതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഏകദൈവത്തിൽ 3 ആളത്വം ഉണ്ടെന്നും 3 ആളത്വം ചേർന്ന് ഏകദൈവമെന്നും, അഥവാ ആളത്വം ബഹുത്വമുള്ള ഏകത്വമായിരിക്കുന്ന ഏകദൈവം, ട്രിനിറ്റി എന്ന ഏകസത്യ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്ന വിടുകയാണ്. അപ്പോൾ ഏകദൈവം ആമേൻ ഈ മനുഷ്യനെ രക്ഷിപ്പാൻ രക്ഷാ പദ്ധതികളുമായി വരികയാണ് മനുഷ്യന്റെ പുറകെ. ആമേൻ. അപ്പോൾ പാപത്തിൽ വീണുപോയ മനുഷ്യൻ, അവിടെയാണ് തുടക്കം. പാപത്തിൽ വീണുപോയ മനുഷ്യനോട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഈ ശാപത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം,
ഇപ്പം ചാനൽ വഴിയും മീഡിയ വഴിയും ഫോൺ വഴിയും പത്രം വഴിയും ഇന്റർനെറ്റ് വഴി എല്ലാം ശാപം മുറിക്കാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് ദൈവം ശപിച്ച ശാപമാണ് അവർ മുറിക്കുന്നതെന്ന്. ആ ശാപം നിമിത്തമാണ് പെണ്ണുങ്ങൾ വേദനയോടെ പ്രസവിക്കുന്നതെന്നും. അപ്പോൾ ആ ശാപം ഇവർ മുറിക്കും. ഇവർ മുറിച്ച് കഴിയുമ്പോൾ പിന്നെ വേദന ഇല്ലെന്നൊക്കെ ആയിരിക്കാം. ഏതായാലും അനസ്തേഷ്യ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും അവർ പറയുന്നത് ശപിച്ച നിമിത്തമാണ് വേദന. അപ്പം പട്ടിയും പൂച്ചയും ആടും എല്ലാം പ്രസവിക്കുന്ന കരഞ്ഞുകൊണ്ടാണ്. അത് വേദന കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ആട്ടെ. ഏതായാലും ഞാൻ പഠിച്ച പുസ്തകത്തിൽ വായിച്ചപ്പോൾ അവിടെ കണ്ടത് മനുഷ്യനെ ദൈവം ശപിച്ചതായി കണ്ടില്ല മുറിക്കാൻ വേണ്ടി. പകരം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാമ്പിനെ ശപിച്ചതായിട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദമിനോട് കൽപ്പിച്ചത് ഹവ്വായോട് കൽപ്പിച്ചത് എന്നാണ് എൻ്റെ പുസ്തകത്തിൽ. മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പുസ്തകത്തിൽ മനുഷ്യനോട് കൽപ്പിച്ചത് എന്ന ശപിച്ചത് എന്നല്ല. അപ്പൊ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ശപിക്കപ്പെട്ട ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവിടെയും മനുഷ്യനെ രക്ഷിപ്പാൻ രക്ഷാപെട്ടകമൊരുക്കിയ സ്നേഹവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യനെ നശിപ്പിക്കണമെങ്കിൽ പിന്നെ എന്തിനാ പെട്ടകം? അപ്പൊ ഭൂമി നിന്റെ നിമിത്തം ശപിക്കപ്പെട്ടു. ആ ശപിക്കപ്പെട്ട ഭൂമിയെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവിടെയും തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ രക്ഷാ പദ്ധതി പെട്ടകത്തിന്റെ രൂപത്തിൽ മുൻപോട്ട് വെച്ച സ്നേഹവാനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ചില ആൾക്കാർ എൻ്റെ അടുത്തുമൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കൂട്ടർക്ക് ഒരു നാണമില്ല അല്ലയോ? ഞാൻ ചെന്ന റോഡെന്നില്ല, വീടെന്നില്ല, കവലയെന്നില്ല, മാർക്കറ്റെന്നില്ല, എവിടെ നിന്നാലും ഇങ്ങനെ പുലു നടിക്കാൻ ഒരു നാണവും ഇല്ലാത്തൊരു കൂട്ടരാണ് നിങ്ങളുടെ കൂട്ടരെന്ന് എന്നോട് ചിലർ പറയാറുണ്ട്. ഞാൻ അവരോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ചേട്ടാ, വല്ല രാജ്യത്തും കിടന്ന് 10-12 എണ്ണം ഒരു പന്തിന്റെ പിറകെ കിടന്ന് ഓടി 2 പോസ്റ്റിനകത്തോട്ട് അങ്ങോട്ട് ഒറ്റ അടി അടിച്ച് കയറ്റുമ്പോൾ യാതൊരു ബന്ധമില്ലാത്തവൻ കേരളത്തിന്റെ റോഡിൽ കിടന്ന് ചാടുകയാണ് ഗോളേന്ന്. ഇവന് 10 രൂപയുടെ ഗുണമുണ്ടോ? എന്നാലും അവൻ ചാടുകയാണ്. വല്ല രാജ്യത്തും കിടന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു 6 അടിക്കുമ്പോൾ നാട്ടിലെ മേശിരി 9 ഗുണ്ട് പൊട്ടിക്കും റോഡിൽ. ഇവന് 10 രൂപ സച്ചിൻ കൊടുക്കത്തില്ലെന്നാലും അവൻ അധ്വാനിച്ച പൈസ മൊത്തം അവൻ ഗുണ്ട് പൊട്ടിക്കും. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ അഗാധ കൂപത്തിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന ഞങ്ങളെ പ്രാണനെ തന്ന് വീണ്ടെടുത്ത പ്രാണനാഥന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ആ ദൈവത്തെ ആരാധിക്കുന്ന ലജ്ജയില്ല, നാണമില്ല. അങ്ങനെ നാണമില്ലെങ്കിൽ നാണമില്ലാതൊരു ഹല്ലേലൂയ പറയാമോ? ആമേൻ. ദൈവത്തെ ശ്രദ്ധിക്കണേ. അപ്പോൾ ആ സ്നേഹവാനായ ദൈവം മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്തു? പെട്ടകം ഉണ്ടാക്കി വെച്ചു. ആമേൻ. പെട്ടകത്തിൽ കയറാൻ സൗജന്യമാ, ഫ്രീയാ. ആർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ വലിയ ഡിമാൻഡ് ഇല്ലെന്നാ. സൗജന്യമാ, കയറിക്കോ, രക്ഷപ്രാപിക്കും. ഇന്നും ചിലരെ നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ അവര് പിന്നെ പറയും നമ്മൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ചുമ്മാ വെറുതെ വേണ്ടാത്ത പറയാം. എന്തോ ചുമ്മാ വെള്ളത്തിലൊന്നും മുങ്ങിയെന്നും പറഞ്ഞിപ്പം പാപമെല്ലാം അങ്ങ് തീരുവോന്നാ ചോദിക്കുന്നത്. ഇത്രയും ചെയ്താൽ മതിയോ? ഇത്രയും ചെയ്താൽ മതിയോ? അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ല. ഇതുപോലൊരു കഥാപാത്രം ബൈബിളിൽ ഉണ്ടായിരുന്നറിയാമോ? നയമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നയമാന് നമുക്കറിയാമല്ലോ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗിയ. അപ്പൊ നയമാന് ഇസ്രായേലിൽ നിന്നും അടിമവേലയ്ക്കായിട്ടൊരു പെങ്കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഒരു ബാല്യക്കാരത്തി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ അടിമയായി പിടിച്ചു കൊണ്ടുവരപ്പെട്ട പെങ്കൊച്ച. ശ്രദ്ധിച്ച് കേൾക്കണേ, പെന്തിക്കോസുകാർ കേൾക്കേണ്ട ഒരു ദൂതാ പറയുന്നേ. അടിമയായി ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ട് വന്ന പെങ്കൊച്ച. ഈ അടിമയായി ഇവളെ ജോലി ചെയ്യിപ്പിച്ച് ഇവളെ ആകെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ യജമാനനാണ് നയമാൻ. അവനാണ് കുഷ്ഠം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവളെ അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന യജമാനന് കുഷ്ഠം വന്നപ്പോൾ ഒരു അടിമ ജോലിക്കാരിയായി ഇവളുടെ ഹൃദയം ചിന്തിച്ചത് നമ്മളെപ്പോലൊന്നുമല്ല. നമ്മളെങ്ങാണ് പറയണം, എന്നെ അടിമയാക്കി കൊണ്ടുവന്നതിന്റെ ഫലമാ, ദൈവം നിന്നെ സന്ദർശിച്ചതാ, തൊട്ടതാ, അനുഭവിക്കട്ടെ. കുട്ടമല്ല നിനക്ക് വരേണ്ടത്, ഭ്രാന്താ വരേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുന്നവരാ. എന്നാൽ അടിമയായിരിക്കുന്ന അവസ്ഥയിൽ കിടന്നുകൊണ്ടും തന്റെ ദൈവത്തെ ഉയർത്തുകയാ പെങ്കൊച്ച്. അവൾ പറയാ, ജമാനെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, നീ അവന്റെ അടുക്കലൊന്ന് ചെന്നിരുന്നുവെങ്കിൽ അവൻ സേവിക്കുന്ന ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാ. അടിമയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടും തന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ സുവിശേഷ വിലക്ക് വിളിച്ചാൽ പറയും, ഇച്ചിരി കൂടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞേച്ച് ഞാൻ അങ്ങ് ഇറങ്ങുമെന്ന് പറയും. കാരണം ഇപ്പം സ്വാതന്ത്ര്യമില്ല, ബോസൊക്കെ ഭയങ്കര ചൂടനാണ്, എല്ലാം ഞാൻ അടുക്കടുക്കായി ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അടിമയായ അവസ്ഥയിൽ നിന്നും എന്തിനാ ദൈവമേ നീ ജീവനുള്ള ദൈവമായിട്ട് ഈ അടിമയായ അവസ്ഥയിലേക്ക് എന്നെ വിട്ടുകൊടുത്ത് നീ എന്തൊരു ദൈവമാ, എന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്ന് ഒരു പുറുപുറുപ്പും ദൈവത്തോട് ചോദിക്കുകയല്ല, ആയിരിക്കുന്ന അവസ്ഥയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ഉയർത്തുന്ന ഒരു ബാലിക പെൺകുട്ടി. ആ ബാലിക പെൺകുട്ടി പറഞ്ഞു, നീ ഒന്ന് പോയിരുന്നെങ്കിൽ എന്റെ ദൈവം സൗഖ്യം തരും. അപ്പോൾ നയമാൻ സൗഖ്യമാകുവാനായി എലീശ പ്രവാചകന്റെ അടുത്ത് പോകുന്ന രംഗം നമുക്കറിയാം. വിഷയം അതൊന്നുമല്ല. എലീശയുടെ അടുത്ത് വലിയ കാര്യമായിട്ട് ഇയാൾ അങ്ങോട്ട് ചെന്ന് കയറി ചെന്നപ്പോൾ എലീശ പറഞ്ഞു,
ആ യോർദാനിൽ പോയി കുളിച്ചേച്ച് വരാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇയാൾ അങ്ങ് ചൂടായി. നയമാൻ ഉള്ളി അങ്ങ് വയലന്റ് ആയിട്ട് പറഞ്ഞു, എന്നാ ഞങ്ങളുടെ നാട്ടിലൊന്നും കുളമില്ലാതെ കുളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇവിടം വരെ വന്നേന്ന്. അപ്പൊ ശ്രദ്ധിക്കണം, നിസാരപ്പെട്ട വെള്ളത്തിലൊന്ന് മുങ്ങിപ്പൊങ്ങിയിട്ട് വന്നാൽ തനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓ, ഇപ്പം കുളിക്കാനാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുളിക്കായിരുന്നു, അതിനുവേണ്ടി ഇത്ര യാത്ര ചെയ്ത് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ എന്ന് ഇയാൾ അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി. ഇയാൾ ചൂടായിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ കൂടെ നിന്ന ബാല്യക്കാരിൽ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, യജമാനനെ ശ്രദ്ധിച്ച്, ഈ പദം ശ്രദ്ധിച്ച്, യജമാനനെ പ്രവാചകൻ അല്പം വലിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞെങ്കിൽ നീ ചെയ്യുമായിരുന്നല്ലോ. നിസാരപ്പെട്ടൊന്ന് കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഒന്ന് കുളിച്ചു നോക്ക്, കിട്ടിയാ സൗഖ്യമല്ലേ. അപ്പൊ നോക്കണം, ഇന്നും പലരും അങ്ങനെ. പാപം മോചിക്കാൻ 5 കിലോമീറ്റർ മുട്ട റോഡിൽ കൂടെ ഇഴയണമെന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. കുരിശൊക്കെ പിടിച്ച് മുട്ടയെ കൂടെയൊക്കെ ഇടഞ്ഞ് കാലിലെ തൊലിയൊക്കെ പോയി, അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ അങ്ങനെ പല 8 വെള്ളിയാഴ്ച ഇന്നടുത്ത് പോയി ഇന്ന മെഴുകുതിരി കത്തിക്കണം, ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്യണം. പാപം മോചിച്ച് കിട്ടാൻ അങ്ങനെ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. വെള്ളത്തിൽ മുങ്ങിയ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. ഇന്നും അങ്ങനെ. ഇതുപോലെയാ ലോക പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോഴൊന്നും ആർക്കും അതൊരു വിഷയമല്ല. കാരണം ഫ്രീ ആണ്, ചുമ്മാ കയറ്, രക്ഷയില്ല, കയറുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്ര പേര് രക്ഷ പ്രാപിച്ചു? വെറും 8 പേര് രക്ഷ പ്രാപിച്ചു. നമുക്ക് പശ്ചാത്തലം അറിയാം, അവിടെ അങ്ങ് ഞാൻ നിൽക്കുന്നില്ല. 8 പേര് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ഭൂമിയിൽ പിന്നെയും ജനം വരികയാണ്. ഈ ജനമെങ്കിലും സൃഷ്ടാവിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവം കണ്ടു ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ദൈവം കണ്ടു. എന്താ ദുരന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കുന്ന രംഗമാണ്. സൃഷ്ടാവിനെ അവൻ മറന്നുപോയി, സൃഷ്ടിയെ അവൻ ദൈവം എന്ന് വിളിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലൊക്കെ പ്രശ്നമാണ്. പശുവും പോത്ത് എരുമയൊക്കെ ദൈവമാണെന്ന് പറഞ്ഞ് വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൃഷ്ടാവിനെ അവൻ മറന്നുപോയിട്ട് സൃഷ്ടിയെ ദൈവം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ചെയ്യുന്ന പാപപ്രവൃത്തിയെ കുറിച്ച് അവന് ബോധ്യം വരുത്തുവാൻ ദൈവം അടുത്ത പദ്ധതി അവന്റെ മുമ്പിൽ വെച്ചു, പ്രമാണം കൊടുത്തു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രമാണം എന്ന് പറയുമ്പോൾ മോശ മുഖാന്തരം ദൈവം ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് സംഭവിച്ച ആദാമ്യ പാപത്തിന്റെ പരിഹാരമായിരുന്നില്ല ന്യായപ്രമാണം എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ഇന്റർനെറ്റിലൂടെയൊക്കെ ഞാൻ ഈ ഇസ്ലാമിക സഹോദരങ്ങളുമായി ഡിബേറ്റ് നടത്തുന്നുണ്ട്, സംവാദം നടത്തിക്കൊണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളിൽ പലതും ഇതാണ്: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് രക്ഷ ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാരും വിശ്വസിച്ചിരുന്നു, യേശുക്രിസ്തുവും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതിന് എതിരായിട്ട് പഠിപ്പിക്കാൻ വന്നു കയറിയ ആളാണ് പൗലോസ് എന്നാണ് അവരുടെ വാദം. അതിന് കാരണം അവർ തെളിവ് പറയുന്നത്, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് സഭയോട് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ആരാ പറഞ്ഞേ? പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞു. എന്നാൽ ഇതേ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ 15-ലും 21-ലും കാണുമ്പോൾ അവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ. അപ്പോസ്തല പ്രവൃത്തി 21-ൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയായ തലമുണ്ടനം ചെയ്യുന്ന പരിപാടി പൗലോസ് ചെയ്യുന്നത് അവിടെ കാണാം. കാരണം അതിനവർ പറയുന്നത്, അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ അപ്പോസ്തലന്മാർ ആരെ കൊണ്ട് ചെയ്യിച്ചു? പൗലോസിനെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ അപ്പോസ്തലന്മാര് ഏതാണ് അംഗീകരിച്ചിരുന്നത്? ന്യായപ്രമാണമാണ് അംഗീകരിച്ചിരുന്നു. അതിന് വിരോധമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നടന്ന ആളാണ് പൗലോസ് എന്നും വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരൊറ്റ ഭാഗത്ത് പോലും പൗലോസ് മോശയുടെ ന്യായപ്രമാണത്തിനെതിരായി പഠിപ്പിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞ പദം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നു എങ്കിൽ, അഥവാ രക്ഷ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. കാരണം രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു പ്രവൃത്തി കൊണ്ടും ലഭിക്കുകയില്ല. അപ്പൊ ന്യായപ്രമാണം പിന്നെന്തിനാ പൗലോസ് 21-ൽ അങ്ങനെ ചെയ്തത്? അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ടെന്നറിയാമോ? യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ പലരിവിടെ ഉണ്ടെന്ന് നീ അറിയുന്നല്ലോ, പൗലോസിനോട് പറയുകയാണ്. അപ്പൊ യഹൂദനല്ലാത്ത സകലരെയും ദൈവം വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നത് എന്താണ് നമുക്കറിയാം. എന്തുവാ? യഹൂദനല്ലാത്ത എല്ലാവരെയും ജാതികൾ, സുറിയാനി ആയാലും പകലോ മറ്റുമായാലും മുളമൂട്ടിലായാലും ഏത് മൂട്ടിലെ കുടുംബമാണെന്ന് പറഞ്ഞാലും വേദപുസ്തകം പറയുന്നത് ജാതിയാന്ന.
ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും, ഓ നിങ്ങളൊക്കെ ഈ ജാതി എന്നൊക്കെ ഇങ്ങനെ വന്നല്ലോ, ഷമീറും നാരായണനും ഗോപാലകൃഷ്ണനും ഒക്കെ, ഓ നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചു. ഞങ്ങളൊക്കെ പിന്നെ ജനിച്ചത് ചുമ്മാ ഒരു മോഹമാണ്, അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. കാരണം നമ്മളൊക്കെ ജാതി എന്ന് വന്നു, ഇവരൊക്കെ അങ്ങനെയൊന്നുമില്ല. മോഹം നല്ലതാണ്, അതുകൊണ്ട് കഥയൊന്നുമില്ല. കാരണം എൻ്റെ പപ്പ യഹൂദനാന്നുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെ കൈയൊന്ന് പൊക്കിയേ? ആരുമില്ല. വല്യപ്പൻ യഹൂദനാന്നുള്ളവർ ഇല്ല. മുത്തച്ഛൻ ഇല്ല. മുതുമുത്തച്ഛൻ ഇല്ല. അപ്പൊ വലിയ കോളറൊന്നും പിടിക്കണ്ട. യഹൂദനല്ലാത്ത സകല എണ്ണത്തെയും തമ്പുരാൻ വിളിച്ചത് ജാതി എന്നാ. ഇനി ഒരു കൂട്ടരും കൂടെ ഉണ്ട് ബൈബിളിൽ, ജാതികളിൽ നിന്ന് കൃപയാൽ രക്ഷ പ്രാപിച്ച ദൈവമക്കൾ. 3 കൂട്ടരേ ഉള്ളൂ ലോകത്തിൽ. അപ്പൊ യഹൂദരിൽ നിന്നും ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? കൃപയാലുള്ള രക്ഷ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് 21-ാം അധ്യായത്തിൽ പൗലോസിനോട് അവർ പറയുന്നത്. യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവർ ഇവിടെ ധാരാളം ഉണ്ടെന്ന് നീ അറിയുന്നല്ലോ. അവർ ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു എന്ന് നീ അറിയുന്നല്ലോ. അവർ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള രക്ഷ അവർ പ്രാപിച്ചെങ്കിലും അവർ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ തൽപരരാണ്, അഥവാ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് നിന്നെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. എന്താ ധാരണ എന്നറിയാമോ? നീ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു എന്ന് നിന്നെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ട്. അതൊരു ധാരണ മാത്രമാണ്. എന്തെല്ലാം ധാരണ ആരെല്ലാം കുറിച്ച് ആർക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം തിരുത്താനൊന്നും ഒക്കത്തില്ല. അപ്പൊ ഈ ധാരണ നിന്നെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മാനുഷികമായ നിലയിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഈ പ്രവൃത്തി പൗലോസ് ചെയ്തു. പക്ഷെ എന്റെ ചിന്തയെ പറഞ്ഞാൽ സാധാരണ കിട്ടുന്നതിലും കൂടുതൽ അടി ആ അധ്യായത്തിലാണ് കിട്ടിയത്. അപ്പൊ പിന്നെ പൗലോസ് ഗലാത്യ സഭയോട് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കുന്നുവോ എങ്കിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പരിപാടി മനസ്സിലായി ഉള്ളിക്ക്. അതുകൊണ്ട് അവിടെ വന്നപ്പോൾ പറഞ്ഞത്. അപ്പൊ ന്യായപ്രമാണത്തിന് വിരോധമായി പൗലോസ് ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. കാരണം ന്യായപ്രമാണം എന്തായിരുന്നു? മനുഷ്യന്റെ പാപത്തെ അവനെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയായിരുന്നു ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഒരു പദം പറഞ്ഞത്, ന്യായപ്രമാണം ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിച്ചു അപ്പുറത്തൊരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു, തുറന്നങ്ങോട്ട് ഇറങ്ങാൻ നേരം ബോർഡ് വെച്ചിരിക്കുന്നു നോ പാർക്കിംഗ്. പിന്നെ നിങ്ങൾ അവിടെ ഇടുമോ? ഇടത്തില്ല. ആ ബോർഡ് അവിടെ ഉള്ളത് കൊണ്ടല്ലേ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ആ നിയമം അവിടെ ഉള്ളത് കൊണ്ടല്ലേ മനസ്സിലായത്. നിയമം ഇല്ലെങ്കിൽ അവിടെ ഇട്ടേച്ചങ്ങ് പോകുമായിരുന്നു. അപ്പൊ നിയമം എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിയമം വന്നപ്പോഴാണ് എന്താണ് പാപം എന്ന് മനസ്സിലായത്. അതിനൊന്നുകൂടി ഞാൻ പറയാം. ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാം യോഗത്തിന് വന്നു, നമ്മളെല്ലാവരും കണ്ണാടി നോക്കിയച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എല്ലാവരും. അപ്പൊ ഒരു അച്ചായ നോക്കിയ കണ്ണാടിക്ക് 5000 രൂപ വില, വേറൊരാൾ നോക്കിയത് 4000 രൂപ, ഇനി ഒരാൾ നോക്കിയത് 1000 രൂപ, മറ്റൊരാൾ നോക്കിയത് 500 രൂപ. 4 പേരും 4 കണ്ണാടിയിലാണ് നോക്കിയത്. ശ്രദ്ധിച്ച് കേൾക്കണം. 4 പേരുടെ കവിളിലും അല്പം അഴുക്കിരിപ്പുണ്ട്. ചോദ്യം നിങ്ങളോട്, ഇതിലേത് കണ്ണാടിയാണ് അഴുക്ക് കളയുന്നത്? പറ. 5000-ന്റെ ആണോ, 4000-ന്റെ ആണോ, 2000-ന്റെ ആണോ, 500-ന്റെ ആണോ? പറ. വാ തുറന്ന് പറ. ഒരു കണ്ണാടിയും എന്ത് ചെയ്യത്തില്ല, അഴുക്ക് 50,000-ന്റെ കണ്ണാടി കൊണ്ടുവച്ചാലും കണ്ണാടി അഴുക്ക് കളയത്തില്ല, പകരം കാണിച്ചു കൊടുക്കും. അത് കണ്ട് ബോധ്യപ്പെടുന്നവൻ തന്നെത്താൻ അതെന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. ന്യായപ്രമാണം ഇവന്റെ പാപം എന്താണെന്ന് അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ പാപം ബോധ്യപ്പെടുന്നവൻ അവനവൻ പ്രായശ്ചിത്ത യാഗം കഴിക്കണം. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ ഇവൻ എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്യുന്നത്? ആദാമ്യ പാപം ഇവന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട്. നാട്ടിലെ ആൾക്കാർ പറയുന്നത് മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ട് അവൻ എന്താകുന്നു? പാപിയാകുന്നു. ബൈബിൾ പറയുന്നത് അങ്ങനല്ല. നീ പാപം ചെയ്യുന്നത് കൊണ്ട് പാപിയാകുവല്ല, നീ പാപിയായതുകൊണ്ട് പാപം പ്രവൃത്തിയാൽ വെളിപ്പെടുകയാണ്. അപ്പൊ പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന പാപം പ്രമാണം അവന് ബോധ്യപ്പെടുത്തും. ആ പാപത്തിൽ നിന്ന് അവൻ പ്രായശ്ചിത്തയാഗം കഴിച്ച് ആ പാപത്തിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കും. അപ്പോഴും ആദാമ്യ പാപത്തിൽ നിന്ന് അവന് രക്ഷ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരേണ്ടി വന്നത്. ഇതാ വിഷയം. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല ഇന്നും. അപ്പൊ നമ്മൾ വളരെ മനസ്സിലാക്കണം, പാപത്തെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയായി ദൈവം മനുഷ്യന്റെ മുമ്പിൽ പ്രമാണം വെച്ചു. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുതെന്ന് കൃത്യമായ പ്രമാണം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. പക്ഷേ പാപത്തിന്റെ പ്രായശ്ചിത്തയാഗം കഴിച്ചിട്ടും പിന്നെ ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പാപം ചെയ്തുകൊണ്ടിരിക്കും. പൂർണ്ണമായ രക്ഷ മനുഷ്യന് ലഭിക്കുന്നില്ല. ഇതാ ന്യായപ്രമാണ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അല്ല, നാട്ടുകാർ ചില പറയും ഞാൻ പാപിയൊന്നുമല്ല, അതന്നെ ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും
ചെയ്തിട്ടില്ല, ഒരാളെ ദ്രോഹിക്കാൻ പോയിട്ടില്ല, കക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ആരെയും ഒരു ശല്യത്തിന് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പാപിയൊന്നുമല്ല എന്ന് ചിലർ പറയാറുണ്ട്. അതിന് ഒറ്റ വാക്കി നമ്മൾ മറുപടി പറഞ്ഞാൽ 5 മൂർഖൻ പാമ്പ് ഉണ്ട്, 4 എണ്ണം എല്ലാവരെയും കടിക്കും, ഒരെണ്ണം ആരെയും കടിക്കത്തില്ല. അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറയുന്ന പോലെ ഉള്ളൂ. എപ്പോഴെങ്കിലും കടിച്ചാൽ പണി കിട്ടും എന്ന് പറയുന്ന പോലെ അകത്ത് സംഗതി ഉണ്ട്. എല്ലാ മനുഷ്യന്റെ അകത്തും ഈ പാപത്തിന്റെ ഒരു സ്വഭാവം ഇരിപ്പുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ അവൻ ആർക്കും ദ്രോഹം ചെയ്തു, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ട് അവൻ പാപിയായി മാറുകയല്ല, അവന്റെ അകത്ത് പാപമിരിക്കുന്നു. ഈ ആദാമ്യ പാപത്താൽ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ ചില ഈ മലപ്പുറം ഭാഗത്തൊക്കെ പോകുമ്പം ചിലര് വെല്ലുവിളിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉപദേശി ആദാം ഹവ്വ പാപം ചെയ്തു മനസ്സിലാക്കാം, അതൊക്കെ ഞങ്ങളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആദാം പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? അല്ല, ഒരു കാര്യം പറയുമ്പോൾ ഇച്ചിരി ബോധത്തോടൊക്കെ പറയണ്ടേ? ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ ഒരുത്തം ചെയ്തെന്നും പറഞ്ഞ് എങ്ങനെ പാപിയാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതിന് ഞാൻ സാധാരണ മറുപടി പറയുന്നത്, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കൊച്ചാരാ? എയ്ഡ്സ് രോഗിയാ. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഈ ചോരക്കുഞ്ഞ് ഡ്രഗ് അടിച്ചോ? അതോ ഈ ചോരക്കുഞ്ഞ് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് തൊട്ടിലേക്ക് കിടന്നുകൊണ്ട് ഷേവ് ചെയ്തിട്ട് അങ്ങനെ വന്നയാണോ? ഒന്നുമല്ല. അപ്പനും അമ്മയുമാണ് വഴിവിട്ട് ജീവിച്ചത്. പക്ഷെ അതിന്റെ ഫലം അനുഭവിച്ചു തീർക്കുന്ന ആരാ? ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഇത് അനുഭവിച്ചു തീർക്കുകയാണ്. ഈ കുഞ്ഞ് മരിക്കും, പക്ഷെ കുഞ്ഞല്ല തെറ്റ് ചെയ്തത്, അപ്പനും അമ്മയും തെറ്റ് ചെയ്തു, അതിന്റെ ഫലം തലമുറ അനുഭവിക്കുന്നു. എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമുള്ള ലണ്ടനിലെ നിങ്ങൾ പറയും ഒറ്റ മറുപടി, രക്തത്തിലൂടെ വന്നു. അത് ശരിയാ. അങ്ങനെയെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ മാനവജാതിയിലേക്ക് വന്നു? മറുപടി പ്രവൃത്തി 17:26 ഒന്ന് വായിച്ചുകൂടെ? പ്രവൃത്തി 17:26 17:26 വായിച്ചാട്ട്. ഭൂതലത്തിലൊക്കെയും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് അഥവാ ആദമിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവനും. അപ്പൊ ആദാം എന്ന ഏക രക്തത്തിൽ നിന്നാണ് ദൈവം മനുഷ്യവർഗത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനല്ലേ? ആരും മിണ്ടുന്നില്ല. അങ്ങനല്ലേ? ഒറ്റ രക്തത്തിൽ നിന്നാണ് ദൈവം കാവി കൊടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ അടുത്ത കമ്പ്യൂട്ടർ ലാബൊക്കെ ഉള്ള പട്ടണമല്ലേ? 4 ബോട്ടിലെടുക്കണം, 4 ജന്തുവിന്റെ രക്തം എടുക്കണം. ആട്, ആന, പശു എന്തെങ്കിലുമൊക്കെ 4 ബോട്ടിലെടുത്ത് രക്തമെടുത്ത് ലാബിലോട്ട് കൊണ്ടു കൊടുക്കണം. 10 മിനിറ്റ് പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് തരും. ഇത് ആട്, ആന, പശു എന്നൊക്കെ അങ്ങോട്ട് തരും. വീണ്ടും 4 ബോട്ടിലെടുക്കണം. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിയുടെ രക്തം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലച്ഛൻ്റെ രക്തം, മറ്റൊന്നിൽ മുസ്ലിയാരുടെ രക്തം, വേറൊന്നിൽ ഉപദേശിയുടെ രക്തം. ഇതെല്ലാം എടുത്ത് ലാബിലോട്ട് കൊടുത്ത് ഏതെങ്കിലും പിള്ളേർ താണ്ട മൂലയിലിരിക്കുന്നതാണ് പള്ളിയിലച്ഛൻ, അണ്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മുസ്ലിയാരുടെ. അങ്ങനെയൊന്നും പറയത്തില്ല. ഇറങ്ങി വന്നിട്ട് പറയും മനുഷ്യനെ കളിയാക്കരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തമല്ലയോ എന്ന് പറയും. ചിലപ്പോൾ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. അത് അവിടെ ഇരിക്കട്ടെ. രക്തമെല്ലാം ആരുടെയാ? ഇതെല്ലാം മനുഷ്യന്റെ രക്തമാണ്. അപ്പൊ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് ഉളവാക്കിയ ഏക സത്യ ദൈവം. ഇതറിയാത്തൊരു ജന്തു ലോകത്തിലുണ്ടെങ്കിൽ ആരാന്നറിയാമോ? മനുഷ്യനാ. അവൻ തമ്മി കഴുത്തറുത്ത് കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തു നാട്ടിലുണ്ട്, അതിന്റെ പേര് കൊതുകെന്ന. അതിന് പരാതിയൊന്നുമില്ല. എന്നാൽ ഈ മനുഷ്യൻ, ആത്മാവുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ചറിവില്ല. അവനിങ്ങനെ വെട്ടാനും കൊല്ലാനും എല്ലാം നടക്കുക. ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം ഒരൊറ്റ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ തമ്മി സ്നേഹിക്കേണ്ടതിന് പകരം കൊല്ലാൻ നടക്കുക. തിരിച്ചറിവില്ല. കാരണം പാപം ഇവന്റെ അകത്ത് കയറിയിരിക്കുക. അപ്പൊ ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപനിമിത്തം മാനവജാതി പാപത്തിലായി. പാപത്തിൽ നിന്ന് ആ പാപത്തെ അവന് കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയായി പ്രമാണം വെച്ചു. ഇത്രയും വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാതലായ അടിസ്ഥാന വിഷയമാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാതലായ വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങളോട് പറഞ്ഞു വിടുന്നത്. നമ്മൾ ചുമ്മാ അങ്ങ് തല പുകഞ്ഞ് ചിന്തിച്ചു ഇതൊക്കെ എന്തുവാ, ഇത് ഭീകരം ഒന്നുമില്ല. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായ വിഷയമാണ് ദൈവവചനത്തിന്റെ സന്ദേശം. പിന്നെ ചിലരൊക്കെ അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നമ്മളെയൊക്കെ വേറൊരു പ്രാന്തൻ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മനുഷ്യൻ പിന്നെയും പാപത്തിൽ എങ്ങനെ തുടരുകയാണ്. അപ്പോൾ ദൈവം അടുത്ത പദ്ധതി രംഗത്ത് വെച്ചു. എന്തെന്നറിയാമോ? പ്രമാണം ഉണ്ടായിട്ടും ദൈവത്തിനോടടുത്തു വരാതെ ദൈവത്തിങ്കിൽ നിന്ന് പിന്നെയും 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 അകന്നകന്നു പോകുന്ന ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവം അടുത്ത പദ്ധതി മുന്നോട്ട് വെച്ചതാണ്. ലോകം മുഴുവനുള്ള പെന്തിക്കോസുകാർക്ക് ഇഷ്ടപ്പെട്ട പദ്ധതിയാണ്. എന്തെന്നറിയാമോ? പ്രവാചകന്മാരെ അയച്ചു. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ സഭാ കമ്മിറ്റി നമുക്ക് ഗസ്റ്റായിട്ട് ദേവദാസന്മാരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ
കമ്മിറ്റി ആദ്യം ചോദിക്കും, ആരാ വരുന്നത്? ഇന്ന ആള്. വചനം പ്രസംഗിക്കുമോ? ആദ്യത്തെ ചോദ്യം അതായിരുന്നു പണ്ട്. അതെ. ഇന്നിപ്പം ആരാ ഇന്ന ആളെ വിളിക്കണം, ദൂത് പറയുമോ? അപ്പൊ രംഗം അങ്ങ് മാറി. പണ്ട് വചനം പ്രസംഗിക്കുമെന്നായിരുന്നെങ്കിൽ ഇന്ന് ദൂത് പറയാം. അപ്പം ഈ ചോദിക്കുന്ന പൊട്ടന്മാർക്ക് പോലും അറിയത്തില്ല വചനം വലിയോ ദൂത്. അത് ഇവനറിയത്തില്ല. ഇവൻ ഉദ്ദേശിക്കുന്ന ദൂത് എന്തോന്നറിയാമോ? നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, ഇത് പറയുമോ എന്നാ ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ പ്രവാചകൻ എന്ന് പറഞ്ഞ് ആരാക്കി വെച്ചിരിക്കുകയാണ്. 4 വർഷമായി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ട് അടുക്കള ജോലി പോലും ചെയ്യിക്കത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് അരിച്ചാക്കിന് കൊളുത്തിട്ട് പിടിക്കുന്ന പോലെ നിന്റെ മുട്ടിന്റെ മണ്ഡലങ്ങളിൽ കൊളുത്തി പിടിച്ചുകൊണ്ട് പലപ്പോഴും അടുക്കളയിൽ നിന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ദൈവം എന്ന് ഭാരപ്പെടുന്ന ഒരു രമണിയെ ഇന്ന് രാത്രി കാണിക്കുന്നു. രമണിയുണ്ടോ? ഇതാണ് നമ്മൾ പ്രവാചകനാക്കി നമ്മൾ വെച്ചിരിക്കുന്നത്. ബൈബിളല്ല, നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ ഇല്ലെന്ന് ഒരിക്കലും പറയരുത്. പ്രവാചകനുണ്ട്, പ്രവചനവും ഉണ്ട്, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ കൊട്ടൻ ചുക്കാതി കച്ചവടക്കാരൊന്നുമല്ല ബൈബിളിലെ പ്രവാചകന്മാർ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യമാണ് പ്രവാചകന്റെ പേരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. ഇന്നത്തെ പ്രവാചക ശബ്ദം മുഴുവൻ മനുഷ്യരെ ലോകത്തിലോട്ട് അടുപ്പിക്കുകയാണ്. 2 വീട് പോരാ, ഇനിയും 2 വീട് വരും. 2 അല്ല 4 മേടിച്ചോ, മേപ്പോട്ടോ പോകുന്നില്ല, ഇവിടെ കിടക്കാൻ വീട് വേണ്ടേ? അപ്പം ലോകത്തോട് അടുപ്പിക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ ജോലി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 അവന്റെ പോക്കറ്റിലാക്കുന്നവനല്ല പ്രവാചകൻ. മറിച്ച് നമ്മുടെ അകൃത്യങ്ങളെ വെളിപ്പെടുത്തി, നമ്മുടെ കുറവ് വശങ്ങളെ വെളിപ്പെടുത്തി, കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന പാപപ്രവർത്തികളെ നമുക്ക് ബോധ്യം വരുത്തി നമ്മെ പാപബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നവരാണ് തിരുവചനത്തിലെ പ്രവാചകന്മാർ. ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്. വീടിൻ്റെ മുറ്റത്തൊരു മാങ്ങയുണ്ട്, അപ്പുറത്തൊരു തേങ്ങയുണ്ട്, ഇവിടെ ഒരു പേരയ്ക്കയുണ്ട്, അവിടെ ഒരു ചക്കയുണ്ട്. ഇങ്ങനെ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ 2 കസേര കിടപ്പുണ്ട്, ബെഡ്റൂമിൽ 4 കട്ടിൽ കിടപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നെ ഗുട്ടൻസ് ഉണ്ട്. ഗുട്ടൻസ് ഒറ്റ വാക്കി വേണമെങ്കിൽ പറഞ്ഞു തരാം. ഗുട്ടൻസ് വേറൊന്നുമല്ല, ഈ ആദ്യമായിട്ട് ഇവരുടെ സഭയിൽ ഒരാൾ യോഗത്തിന് വരും, ആദ്യമായിട്ട് വരും. അപ്പോൾ ഈ നേതാവ് അവിടെ ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട് വരുന്നവരെ നേതാവ് അന്ന് കാണത്തില്ല, അന്ന് കാണാനോ മിണ്ടാനോ നിൽക്കത്തില്ല. പകരം അവരുടെ കയ്യിൽ ഒരു കാർഡ് കൊടുത്തിട്ട് വിടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി തരാൻ ഒരു കാർഡ് കൊടുത്തങ്ങ് വിടും. ഈ കാർഡിനകത്ത് എഴുതി അവർ പൂരിപ്പിച്ച് കൊടുത്തിട്ട് അവരവരെ പാട്ടിനും പോകും. അപ്പം നേതാവിനെ കണ്ടോ? ഇല്ല. എന്നോട് മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ആരങ്ങ് പോയി. ഈ കാർഡിൽ പറയുന്ന അഡ്രസ്സിൽ ശിങ്കടികളെല്ലാം എന്ത് ചെയ്യും? പിറ്റത്തെ ആഴ്ച ഈ അഡ്രസ്സിൽ ചെല്ലും. അവിടെ ചെല്ലുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടക്കാരൻ, ബാങ്കിൽ നിന്ന് വന്നവർ, അങ്ങനെ നമുക്ക് കയറിയിരുന്നാട്ടെ സാറേ എന്നും പറഞ്ഞ് അവളെ കയറിയിരുന്നു. പോകുന്ന വഴിയിൽ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം അടയാളപ്പെടുത്തി അകത്ത് 2 കട്ടിൽ ഇപ്പുറം കിടപ്പുണ്ട്, അവിടെ ഒരു അലമാര ഇരിപ്പുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തി കൃത്യമായിട്ട് കൊണ്ടുവന്ന് ബോസിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ഇതൊരു മാഫിയയാണ്. ഈ ബോസിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ബോസ് ഒരു വിളി അങ്ങോട്ട് വിളിക്കും. എന്തെന്നറിയാം, ബോസ് അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും വിളിക്കും, നിങ്ങളിവിടെ ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു? വന്നു. കയറി വരും. വരുമ്പോഴാണ് നേതാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നിട്ട് മൈക്കിൽ കൂടെ ഒരു ചോദ്യം, നിങ്ങൾ മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യമല്ലേ? നിങ്ങൾ മുമ്പ് ഞാനുമായി കണ്ടിട്ടുണ്ടോ? ഇല്ല. സത്യമാണ്. പിന്നെ വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്നെ കണ്ടായിരുന്നു? കണ്ടിട്ടില്ല. സത്യമല്ലേ? അപ്പൊ നിങ്ങളെ വീട് എന്നെ കാണിക്കുന്നു, 2 തേങ്ങയുണ്ട്, 4 മാങ്ങയുണ്ട്. അവരവിടെ നിന്നുകൊണ്ട് മോങ്ങാൻ തുടങ്ങും. ഇതാണ് സംഭവം. അതിന് നല്ലൊരു വിങ് ഇവരുടെ കൂടെയുണ്ട്, നല്ലൊരു ഗ്യാങ് ഇവരുടെ കൂടെയുണ്ട്. ഇവനൊന്നും നീക്കുപോക്കില്ലാതെ പിടിക്കപ്പെടും. അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുക. കാരണം ഇതെല്ലാം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര പഠിച്ചാലും നിർത്തത്തില്ലെന്നാണ് ഇപ്പോഴും ചിലർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിട്ടിട്ട് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യപ്പെടുന്ന, നമുക്ക് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സന്തോഷം. മരുഭൂമിയിൽ ഇരിക്കുന്നവനോട് മഴ കിട്ടും എന്ന് പറഞ്ഞാൽ അവനുണ്ടാകുന്ന ഒരു സന്തോഷം പോലെയാണ്. ഇവിടെ വന്ന് കിടക്കുന്ന നമ്മളോട് ഇപ്പം അടുത്തൊരു നന്മ വരുമെന്നെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവനല്ല പ്രവാചകൻ. പിന്നെ പ്രവാചകന്റെ ജോലി എന്താ? ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 23:16 വാക്യസഹിതം നമുക്ക് നല്ല, ഞാനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ കള്ളന്മാരെ കുറിച്ച് പറയാതെ അതിന്റെ നല്ല വശം എന്ത് ചെയ്യുക? വചനത്തിൽ നിന്ന് പറഞ്ഞങ്ങ് വിടുക. അപ്പൊ പിന്നെ എല്ലാവർക്കും മനസ്സിലാകേണ്ടവർ മനസ്സിലാകേണ്ട. കള്ളന്മാരെ പറഞ്ഞ സമയം കളയുന്നില്ല. നല്ല വശം നമുക്ക് ചിന്തിക്കാം. ഇരമ്യ 23:16 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഷമീർ കൊല്ലം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കു കേൾക്കരുത്. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അങ്ങനെയും ഉണ്ടോ പാസ്റ്റർ ബൈബിളിൽ? അതുണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. അത് വായിക്കാത്തോണ്ടാ. വായിച്ചാലല്ലേ കാണത്തുള്ളൂ. വായിക്കാതെ എങ്ങനെ കാണുന്നേ? ആരാ വായിക്കുന്നേ?
ഇന്ന് നാട്ടിലൊക്കെ ഇവിടെ പിന്നെ സീരിയലിൻ്റെ വ്യാപാരമൊന്നുമില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ 7 തൊട്ട് 10 വരെ ഇങ്ങനെ പട്ടി മോങ്ങുന്ന പോലെ അങ്ങ് കരച്ചിലാങ്ങ് ഇരുന്ന്. അടുത്തെങ്ങാണ്ട് കേട്ടറിവാ, ശരിയാണോ എന്ന് അറിഞ്ഞൂടാ, തിരുവനന്തപുരത്തെങ്ങാണ്ട് ഒരു സീരിയലിലെ പെണ്ണ് പെറ്റപ്പം പെന്തിക്കോസുകാരി അമ്മച്ചി ലഡു കൊണ്ട് അയലത്തുകാർക്ക് കൊടുത്തെന്ന്. കേട്ടറിവാ, ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം അവർ ചോദിച്ചെന്ന്, അയ്യോ എന്നാ സീരിയലിലെ നടി പ്രസവിച്ചെന്ന്. അതിനെന്നാ ലഡു, നമ്മളെല്ലാം പ്രസവിച്ചവരല്ലയോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ പ്രസവിച്ച 10 മാസമല്ലേ, അവളെ 2 വർഷമായെന്ന് ഗർഭിണിയായിട്ട് ഇപ്പോഴാണ് പ്രസവിച്ചതെന്ന്. അപ്പം എന്ന് പറയുന്ന പോലെ അതിനകത്തങ്ങ് കയറി ജീവിക്കുന്ന ആൾക്കാരായി ദൈവമക്കളും അങ്ങ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരാജയത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ പലർക്കും വേദപുസ്തകം വായിക്കത്തില്ല. പിന്നെ ഇന്ന് ചിലർക്ക് ഇത് ഉറക്കഗുളിയാണ്. ചില വിശ്വാസികൾ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അവസാനം ബൈബിൾ എടുത്തൊന്ന് വായിച്ചു അപ്പോഴേ പറഞ്ഞു. അപ്പം പലർക്കും ഇത് ഉറക്കഗുളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വായിക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ പുസ്തകത്തിൽ ഉള്ളയാണോ എന്ന് പോലും പലർക്കും സംശയം. അതാ ഇപ്പോൾ വായിച്ച് കേട്ടപ്പോൾ പലരും കേൾക്കരുതെന്നുണ്ടോ, കേൾക്കരുതെന്നുമുണ്ട്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇന്ന് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലെന്ന് വീടുകളിൽ. ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ നമ്മുടെ വയനാടിനടുത്ത് ഞാൻ ഒരു യോഗത്തിന് പോയി. യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പം വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു ഫാമിലി. അയ്യോ ഷമീർ പാസ്റ്റർ എത്ര നാളായി കണ്ടിട്ട് ഒന്നും ദൈവം ഇങ്ങനെയൊക്കെ മാനിച്ചല്ലോ, ഇങ്ങനെ എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ അവർ സജ്ജീകരണമൊക്കെ ചെയ്തു. ഹോട്ടലോ 2 നില വീട് ദൈവം തന്ന പിന്നെ ആർക്കാ? ദേവദാസന്മാർക്ക് താമസിക്കാനാ? ഇങ്ങോട്ട് വരാൻ പറയും, ഞങ്ങൾ എന്നും കൊണ്ടുവിട്ടോളാം, ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം, ഇങ്ങോട്ട് വരാൻ പറയും. ആയിക്കോട്ടെ, അവളുടെ സന്തോഷം. അവളുടെ വീട്ടിൽ പോയി എല്ലാ ദിവസവും കൊണ്ടുവിട്ടു, എല്ലാ ദിവസവും കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് പോയി. നല്ല ഭക്ഷണം, നല്ല റൂം, നല്ല വീട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. 3-ാം ദിവസം ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുക. കാരണം 3-ാം ദിവസമാണല്ലോ യോഗം കഴിഞ്ഞ് ആ വഴി കൊല്ലത്തിന് പോകണം. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. 4 മണി സമയം ചായ കൂട്ട് കൊണ്ടുവന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ വീട്ടിലെ വിശ്വാസി അല്ലാത്ത ആൻറ്റി അവിടുത്തെ അരമതലിൻ്റെ മുമ്പിൽ വന്ന് നമ്മുടെ ഈ വിശ്വാസി ആൻറ്റിയെ വിളിക്കുക. എടി സുസമ്മേ എന്ന് വിളിച്ചു. അപ്പം നമ്മുടെ വിശ്വാസി ആൻറ്റി സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി ചെന്നു. എന്നാ അമ്മാമേ? മറ്റേ ആൻറ്റി ചോദിക്കുകയാണ്, വീട്ടിലെന്നും അടി വിശേഷം? നമ്മുടെ ആൻറ്റി പറഞ്ഞു, ഓ വിശേഷമൊന്നുമില്ല അമ്മാമേ. അല്ല 2 ദിവസമായിട്ട് സന്ധ്യയ്ക്ക് കയ്യടിയും പാട്ടും ഒക്കെ കേൾക്കുന്നു. പിടി കിട്ടിയോ? സ്തോത്രം. അപ്പം ജാതിയായ ആൻറ്റിക്ക് ഒരു സംശയം, ഇവിടെ എന്തുവാ വല്ല വിശേഷമുണ്ടോ? 2 ദിവസമായിട്ട് എന്തുവാ കയ്യടിയും പാട്ടും ഒക്കെ? മനസ്സിലായില്ല. മനസ്സിലായി. അപ്പം ശ്രദ്ധിച്ചേ. അപ്പം പിന്നെ പാസ്റ്റർമാർ വന്നാൽ സന്ധ്യാപ്രാർത്ഥന നടത്താതിരിക്കാൻ പറ്റുമോ? പാസ്റ്റർ എവിടെ നിന്ന്? അപ്പം പല വീട്ടിലും ഇന്ന് സന്ധ്യാപ്രാർത്ഥന നടക്കണമെങ്കിൽ ആര് വരണം? പാസ്റ്റർമാർ വരണം. ചിലയിടത്തൊക്കെ ആണെങ്കിൽ അങ്ങ് ബഹളമാ. പാസ്റ്റർ വണ്ടി ദൂരെ നിന്ന് കാണുമ്പോഴേ ടി വി നിർത്തടി, പാസ്റ്റർ വരുന്നടി, ടി വി നിർത്തടി, അങ്ങ് ബഹളമാ. എന്നിട്ട് പാസ്റ്റർ വന്ന് കയറുമ്പോൾ ഒരു ഡയലോഗ്, അതാ സഹിക്കാൻ വയ്യാത്ത. ഈ പാസ്റ്റർ ഒന്ന് വിളിച്ചു പറഞ്ഞു വെച്ച് വരത്തില്ല, എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണമെന്ന് വിചാരിച്ചപ്പോൾ പാസ്റ്റർ കരുതി വെക്കാനൊന്നും വല്ലെന്ന് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കാനുള്ള സൂത്രമായി പറയുന്നത്. അപ്പം ഇതുപോലുള്ള പരിപാടി സന്ധ്യാപ്രാർത്ഥനകൾ പോലുമില്ല, ബൈബിള് വായിക്കത്തില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, കൃത്യമായ നിലയിൽ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവമക്കളെ നമ്മൾ വായിച്ചു കേട്ടെ, കേൾക്കരുതെന്ന. എന്താ കേൾക്കരുതെന്ന് പറഞ്ഞ? വായിച്ചു കൊടുച്ചാ, അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, പിന്നെ സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാ പലരും പ്രവചിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേണോ ചോദിക്കാം, പാസ്റ്ററെ ഞങ്ങൾ ഇവിടെ 24 മണിക്കൂറും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന മനുഷ്യരാ. ഇപ്പൊ നിങ്ങളെപ്പോലെ ഓരോരുത്തർ ഇങ്ങോട്ട് വരുന്നു. ഇത് ദൈവം പറയുന്നതാണോ ഇങ്ങനെ മനസ്സിൽ നിന്ന് പറയുന്നതാണോ? ഇതൊക്കെ ഞങ്ങളെങ്ങനെ അറിയാതാ? ഉള്ള സമയം ഇച്ചിരി വചനം കേൾക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇത് ഇങ്ങേരു മനസ്സിൽ നിന്ന് പറയുന്നതാണോ ദൈവം പറയുന്നത്? അറിയാനുള്ള വഴി ഇനി പറഞ്ഞു തരുന്നുണ്ട്. ഇന്നെങ്കിലും അത് കുറിച്ചിട്ടുണ്ടേ പോകാവൂ. അറിയാനുള്ള വഴി വായിച്ചുകൂടെ? എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ദൈവത്തെ നിരസിക്കുന്നവരോടും ഈ പ്രവാചകന്മാർ എന്ത് പറയും? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ദൈവം മാനിക്കാൻ പോവാ. അച്ഛാ, അടുത്തൊരു തലത്തിലേക്ക് ഉപദേശിയുടെ കൊങ്ങായ്ക്ക് പിടിക്കുന്നവനാ ഇവൻ. അപ്പൊ ദൈവഭയമില്ലാതെ ദൈവത്തെ ആരാധിക്കാതെ തോന്നിയത് കാണിച്ച് ജീവിക്കുന്നവനോടും ഇവർക്കൊറ്റ ദൂരേ ഉള്ളൂ. എന്തുവാ? വിടുതല. ദൈവം മാനിക്കാൻ പോവുക. ഇനി അടുത്തൊരു പദം വായിച്ചേ. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ, സ്വന്തം ഹൃദയത്തിലെ നിർബന്ധ ബുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. കണ്ടോ ദൈവമക്കളെ? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കണം. ആര് നിങ്ങളെ പറ്റിക്കരുതെന്ന് ശ്രദ്ധിച്ചു നോക്കേ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ പറ ഒരു നന്മയും മുടക്കി. ഇപ്പം നമ്മുടെ ഒരു സഹോദരൻ, ഇപ്പം എനിക്ക് പേരറിയാവുന്നതുകൊണ്ട് നമ്മുടെ ബിനു ബ്രദറിനെ പറയാം. ബിനു ബ്രദറെ രക്ഷിക്കപ്പെടാൻ പറഞ്ഞു, പുള്ളി രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടണമെന്ന് ദൈവകൽപ്പനയാണ്. ബിനു ബ്രദറെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞു ഓക്കെ ദൈവകൽപ്പനയാണ്, സ്നാനപ്പെട്ടു.
പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചു, ഓക്കെ, പാപത്തോട് വേർപെട്ട് ജീവിക്കണം, പുള്ളി മര്യാദയ്ക്ക് അങ്ങ് ജീവിക്കുകയാണ്, ആർക്കും ഉപദ്രവമില്ല, ആരാധനയ്ക്ക് പോകും വരും, നല്ലൊരു മനുഷ്യൻ. ബൈബിൾ പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും. ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ മര്യാദയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആരെയും നോക്കിയാൽ ദൈവത്തെ ഭയപ്പെട്ടും ആരാധിച്ചും മുന്നോട്ട് പോകുന്ന ബിനുവിനെ അടുത്ത മാസം 30-ാം തീയതി അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനൊരു പ്ലാൻ. നിങ്ങളോട് ചോദിക്കാം, ശ്രദ്ധിച്ച് കേട്ടോണം. അടുത്ത മാസം 30-ാം തീയതി ബിനുവിനെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനൊരു പ്ലാൻ. ഓക്കെ, ചോദ്യം, ദൈവത്തിന് ഷമീർ ഭാഷ റെക്കമെൻഡേഷൻ വേണോ? പറ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഉപദേശിമാരുടെ റെക്കമെൻഡേഷൻ വേണോ? പറ, വാതുറന്ന് പറ. എന്തിനാ? കാരണം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. എന്നാൽ ബിനുവിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനൊരു പ്ലാൻ ഇരിക്കുമ്പോൾ തന്റെ അനുഗ്രഹത്തിന് തടസ്സമായി തന്റെ ജീവിതത്തിൽ ഒരു രഹസ്യ പാപം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ആ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം വരുത്തുവാൻ ദൈവത്തിന് ആരെ ആവശ്യമുണ്ട്? പ്രവാചകന്മാരെ ആവശ്യമുണ്ട്. ഇതാ പ്രവാചക ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ല നമ്മളടുത്ത് ചുമ്മാ വന്ന് ചക്കും ചുക്കും എല്ലാം പറഞ്ഞ് അടുത്ത് ഇങ്ങോട്ട് വരും, വിട്ടത്തിൽ വരും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും, കെട്ടഴിക്കുന്നു, ചുമ്മാ പൊട്ടത്തരം പറഞ്ഞ് രക്ഷണക്കാരൻ്റെ പരിപാടി ഇതൊന്നുമല്ല. പ്രവചനം കൃത്യമായ ഒരു ശുശ്രൂഷയാണ്. അത് ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദോഷവും വരത്തില്ലെന്നൊക്കെ ഇവരങ്ങ് അടിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ എന്തു പറയും? വായിച്ചുകൂടെ, 22-ാം വാക്യം വായിച്ചുകൂടെ, ഞാൻ നല്ലതും കൂടെ പറയണമല്ലോ. ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ എന്ത് ചെയ്യും? പറ. അവർ എന്റെ ആലോചനയിലല്ല, ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ, അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ. അപ്പൊ ദൈവം ആശിച്ചു പോവുക, എന്റെ ആലോചന സഭയിൽ അവർ, അഥവാ ഈ പ്രവാചകന്മാർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്ന് ദൈവം കൊതിച്ചു പോവുക. നിന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? വായിക്കേ. എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച്. നമ്പർ 1 ദൈവം അയച്ച പ്രവാചകനാണോ? അവൻ എന്ത് ചെയ്യും? 1 വചനം പ്രസംഗിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വചനം പ്രസംഗിക്കും. ഇന്ന് നിങ്ങളൊന്ന് നോക്കേ, 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ എത്ര മണിക്കൂറാ പ്രസംഗം നടക്കുന്നത്? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക. ഇന്ന് അനേക പ്രസംഗങ്ങൾ എടുത്ത് നോക്കും. 1 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ എത്ര മണിക്കൂറാ പ്രസംഗം നടക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം പോവും. പിന്നെ ഒരു വാക്യം വായിച്ച് 10 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞേച്ച് പിന്നെ ജനത്തിന്റെ ഇടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങും. പ്രാപിച്ചു, പൊട്ടട്ടെ, കത്തട്ടെ, തള്ളിയിടുക, ഓടി നടക്കുക. മനസ്സിലാവും? അപ്പൊ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്റെ പ്രവാചകന്മാരാണെങ്കിൽ നമ്പർ 1 എന്റെ വചനങ്ങൾ എന്റെ ജനത്തെ കേൾപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു, മടക്കി വരുത്തും. തോന്നിയ വഴിക്ക് നടക്കുന്നവനെ പ്രവചനാത്മാവിൽ അവനെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്ന ശുശ്രൂഷയാണ് പ്രവചനം. ഇതാർക്ക് വേണം? ഇത് തന്നെയാ പുതിയ നിയമസഭയിലും പൗലോസും പറയുന്നത്. പുതിയ നിയമസഭയിലും സകല കൃപാവര ശുശ്രൂഷകളും വേണമെന്നാണ് പൗലോസിന്റെ പക്ഷം. കൃപാവര ശുശ്രൂഷയ്ക്കൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പുതിയ നിയമസഭയിൽ സകല കൃപാവര ശുശ്രൂഷകരും വേണമെന്നാണ് പൗലോസിന്റെ പക്ഷം. വ്യാഖ്യാനപരം, വെളിപ്പാടുകളുടെ വരം, രോഗശാന്തി, പ്രവചനപരം, ഇതെല്ലാം വേണമെന്ന. പക്ഷേ കാസർഗോഡ് നിന്ന് വണ്ടിക്കൂലി കൊടുത്ത് വിളിപ്പിക്കാനല്ല പൗലോസ് പറഞ്ഞത്. സഭ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയായി ദേശത്തിന്റെ നടുവിൽ മാറണം. സഭയ്ക്ക് അകത്തു വന്നവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിങ്കിൽ നിന്ന് കൃപ പ്രാപിച്ചും ദൈവസഭ ദേശത്തിന്റെ നടുവിൽ മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായി ദൈവസഭ ദേശത്തിൽ മാറണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. സഭയ്ക്കകത്ത് പ്രവാചകൻ വേണം, വേണ്ടേ? വേണം. എന്തിനാ? എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ ആത്മപരമില്ലാത്തവനോ അവിശ്വാസിയോ അകത്തു വന്നാൽ അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും അങ്ങനെ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വന്നവന് പാപബോധം ഉണ്ടായി അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴാൻ ഇടവരും. അപ്പൊ പ്രവചനം പാപബോധം വരുത്തി മാനസാന്തരത്തിലേക്ക് നയിക്കണം. സഭയ്ക്കകത്ത് പ്രവാചകം വേണ്ടേ അച്ഛാ? വേണം. എന്തിനാച്ചാ? തിരുമേശ അടുത്തു വരുമ്പോൾ സെക്രട്ടറി തിരുമേശ എടുക്കാനായിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ ആത്മപൂർണനായി എഴുന്നേറ്റെന്ന് പറയും. ഇരിയടാ സെക്രട്ടറി അവിടെ, കഴിഞ്ഞ ആഴ്ച 1/2 ക്ലാസ് അടിച്ചവനല്ലേ ഓടാ നീ? പറയണം. ഇതാരും മിണ്ടാത്തേ? പ്രവാചകൻ എഴുന്നേൽക്കണം, കുറവുകളെ പ്രവചിക്കണം. കുറവ് പറയുന്നവനെ ആർക്ക് വേണം?
ഇന്ന് വിളിച്ചേ ഇരിക്കട്ടെ, ഇനി അറിഞ്ഞോ അറിയാതെ അവനെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് ആ ചീട്ട് അവിടെ കീറും നമ്മൾ. പകരം നമുക്കിഷ്ടം, നമുക്ക് കണ്ണിന് ഇഷ്ടപ്പെടുന്നു, നമുക്ക് കുളിര് കോരുന്ന കാര്യങ്ങളൊക്കെ പറയണം. അതല്ല പ്രവാചകന്റെ ജോലി. ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തണം. ഒരു പ്രവാചകൻ അടുത്ത ആഴ്ച നമ്മുടെ സഭയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ കാഹളനാളത്തിങ്കിൽ എടുക്കപ്പെടുവാൻ തടസ്സമായി, അല്ലെങ്കിൽ എൻ്റെ ഭൗതിക ജീവിതത്തിന്റെ വിടുതലിന് തടസ്സമായി, എൻ്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി, എൻ്റെ തലമുറയുടെ വിടുതലിന് തടസ്സമായി, എൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന രഹസ്യ പാപങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. പ്രവാചകന്റെ ശുശ്രൂഷ അതാ കുഞ്ഞേ. അല്ലാതെ ദൈവത്തിന് വിരോധമായി ചപ്പും ചവറും എല്ലാം കണ്ടും കേട്ടും തോന്നിയതുപോലെ എല്ലാം ജീവിച്ചും വന്നിരിക്കുന്നവരുടെ തലയെ കൈവച്ച് നിന്നെ മാനിക്കാൻ പോവുക. വീട്ടിൽ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കൊടുക്കാത്ത പെണ്ണുമ്പിള്ളയുടെ തലയെ കൈവച്ചിട്ട് നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. മകളെ, നിനക്ക് വേണ്ടിയായി ഉപവാസ പ്രാർത്ഥനയോടെ പോയ പെണ്ണുമ്പിള്ള ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കൊടുക്കത്തില്ല അങ്ങേർക്ക്. നാട്ടിലെ കാര്യമാണ്, നിങ്ങളല്ല കൈപൊക്കി ഏറ്റെടുക്കരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ പുറത്തുള്ള കാര്യം പണ്ടേ നിർത്തിയത്, അമേരിക്കയിൽ ചെന്ന് പറഞ്ഞ എൻ്റെ എപ്പോഴും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ഒന്നും പറയത്തില്ല, എല്ലാം നാട്ടിലെ കാര്യമാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ പ്രവാചകനെ അയച്ചതിന്റെ ഉദ്ദേശം, പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, കാഹളനാദം പോലെ നിന്റെ ശബ്ദമുയർത്തി ഇസ്രായേലിനോട് അവരുടെ പാപങ്ങളെയും യാക്കോബ് ഗൃഹത്തോട് അവരുടെ ലംഘനങ്ങളെയും അറിയിക്ക്. ഉറക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും പറയുന്നതല്ല പ്രവചനം. ആ ഭാഗം വിടുക. അപ്പൊ നിങ്ങൾ വേണം, ചിലർ വാദത്തിന് ചോദിക്കും, പാസ്റ്ററെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാന്ന് ചോദിക്കും. ചിലരങ്ങനെയാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് പറയും. കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് വിശ്വസിക്കാമോ? ഉണ്ടെന്നില്ല. ആവർത്തന പുസ്തകം 13:1 വായിച്ചോടെ. ആവർത്തന പുസ്തകം 13:1. ആ, പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയരുത്. നിങ്ങളുടെ ഇടയിൽ, ശ്രദ്ധിച്ച്, തന്റെ ജനത്തോട് ദൈവം പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കാം എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നമേ അറിയിക്കുകയും, വാക്ക് ശ്രദ്ധിക്കണം, മുന്നമേ അറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, ഒന്നൂടെ, അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, സംഭവിക്കത്തില്ലെന്നാണോ? സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. സംഭവിച്ചാലും എന്ത് ചെയ്യരുത്? മുമ്പേ വന്ന് പറയുകയും പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടക്കുകയും ചെയ്താലും ആ പ്രവാചകന്റെ വാക്ക് എന്ത് ചെയ്യരുത്? അനുസരിക്കുക. അപ്പൊ അതിന് കാരണം വെച്ചിട്ടുണ്ട്. വെറുതെ എല്ലാവരെയും അങ്ങനെ കള്ളന്മാരാന്ന് പറയരുത്. അതിന് കാരണം വെച്ചിട്ടുണ്ട്. പറഞ്ഞു തരാം. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ മുമ്പേ അറിയിച്ച ദൂതും ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചാലും അവൻ നിന്നെ നടത്തുന്നത് ഈ പുസ്തകത്തിലെ ദൈവത്തിങ്കലേക്കല്ല എങ്കിൽ അവനെ വിശ്വസിക്കരുത്. എന്താ ഇതിന്റെ മർമ്മം? ഈ പറയുന്ന വലിയ വീര്യപ്രവർത്തിക്കാരുടെയും അത്ഭുതക്കാരുടെയും ന്യൂ ജനറേഷൻ ആയിരങ്ങൾ വന്ന് മറിയുന്നെന്ന് പറയുന്ന ചർച്ചകളിലും ഒക്കെ പലരും പോയിട്ട് പറയുന്നു, എന്നോട് കൃത്യം ദൂത് പറഞ്ഞു. പണ്ട് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരുത്തം വന്ന് എന്നോട് പറഞ്ഞു, കൊട്ടാരക്കരക്കാരൻ ടിനു ജോർജ് പറഞ്ഞെന്ന്, ഗണേഷ് കുമാർ ഇത്ര വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു. അയ്യോ എന്നാ പൂരമായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങെല്ലാം അങ്ങ് ബഹളമാണ്. ഞാൻ ചോദിച്ചു, കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താ? ആ പറഞ്ഞത് ശരിയാ, പക്ഷേ അവിടെ തുടർന്ന് പഠിപ്പിക്കുന്ന ഉപദേശം ബിബ്ലിക്കലായ ഉപദേശം അല്ല എങ്കിൽ ഈ ജനക്കൂട്ടത്തെ നയിക്കുന്നത് നിത്യതയിലേക്കല്ല. അതാ വിഷയം. ദൂത് കൃത്യമായിരുന്നു, പക്ഷെ ദൂത് കേട്ടവൻ ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടോ? സ്നാനപ്പെട്ടോ? അമ്പലത്തിൽ പോയി രണ്ടാമത്തെ പെണ്ണും കെട്ടി. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ വിഷയം വ്യക്തികളല്ല, വേദപുസ്തകത്തിന് പ്രമാണമുണ്ട്. ഇനി പുതിയ നിയമത്തിൽ നിന്ന് വേണം നിങ്ങൾക്ക് കൃത്യം ഒരു തെളിവ് തരാം. ഒരു കൃത്യം ദൂത് ഞാൻ പറയട്ടെ. പുതിയ നിയമത്തിൽ നിന്ന് മക്കദോന്യക്ക് പോയ പൗലോസിന്റെ ശീലാസിന്റെയും പിറകെ വന്നൊരു പെണ്ണുമ്പിള്ള വിളിച്ചു പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ
ശരിയോ തെറ്റോ? മിണ്ടുന്നില്ല. ശരിയാ. രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നതാ. ശരിയോ തെറ്റോ? ശരി. ഉടനെ പൗലോസ് തിരിഞ്ഞിട്ട്, മമ്മേ ഡേറ്റ് ഉണ്ടോ? ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാൽ വരാൻ ഒക്കുമോ എന്നാണോ വിളിച്ചേ? നമ്മളെ കാണുവാണെങ്കിൽ അപ്പോഴേ ഡേറ്റ് മേടിച്ചിട്ടേ പോകത്തുള്ളൂ അവിടുന്ന്. എന്തൊരു ദൂതായത്! ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത പൗലോസിനും ശീലാസും ദൈവത്തിന്റെ ആലോചന കേട്ട് അവരാണെങ്കിൽ അങ്ങ് പിന്നെ പല വഴിക്ക് പോകാനിരുന്നതാ. അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? ബിദൂനിയൊക്കെ പോകാൻ ശ്രമിച്ചിട്ടൊന്നും ഇങ്ങോട്ട് മക്കതോനിക്ക് പോകാനായിട്ട് നടത്തി കൊണ്ടുവന്നതാ. അപ്പോഴാണ് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അമ്മാമ്മ ആത്മാവ് നിറഞ്ഞ് വിളിച്ചു പറയാ, ഇവരാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം അറിയിക്കാൻ വന്നതാണെന്ന്. നമ്മളെ കാണുവാണെങ്കിൽ ഡേറ്റും മേടിച്ച് ഉപവാസ പ്രാർത്ഥനയും വെച്ചേനെ. പൗലോസും മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. പോ പിശാച് എന്ന് പറഞ്ഞ ആ നാഴികയിൽ അതവളെ വിട്ടുപോയി. ചോദ്യം നിങ്ങളോട്, ദൂത് കൃത്യമായിരുന്നോ? കൃത്യമായിരുന്നു അല്ലേ? വാ തുറന്ന് പറയാൻ കൊണ്ടേ കൃത്യമായിരുന്നു. പറഞ്ഞതാരായിരുന്നു? ഭൂതമായിരുന്നു. അപ്പൊ ഭൂതം കൃത്യമായിട്ട് ദൂത് പറയുമോ? വാ തുറന്ന് പറ. അത്രേ ഞാനും പറഞ്ഞോളൂ. എന്നെ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നു? ഭൂതങ്ങളും കൃത്യമായിട്ട് ഇതൊക്കെ പറയും. പക്ഷെ തുടർന്ന് നിന്നെ പഠിപ്പിക്കുന്ന ഉപദേശം പത്യോപദേശമല്ലെങ്കിൽ നീ പോകുന്നത് നിത്യതയിലേക്കല്ല, നിത്യ നരകത്തിലേക്കാണ്. ഈ ഭൂരിപക്ഷം ജനത്തെയും നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. മനസ്സിലാക്കണം. ദൂതിന്റെ കൃത്യതയല്ല, നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. അതാണ് അവിടുത്തെ കാതലായ സബ്ജക്റ്റ്. അപ്പൊ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞത് ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ പ്രവാചക ശബ്ദത്തിന് മുമ്പിൽ മടങ്ങി വരാത്ത ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സ്വർഗീയ കോടതി ഒരുക്കിയ രക്ഷയുടെ പ്ലാനാണ് സുവിശേഷം. നമുക്കറിയാം, രക്ഷയുടെ പദ്ധതിയാണ് സുവിശേഷം. എന്താ സുവിശേഷം? യേശുക്രിസ്തു. എന്താ യേശുക്രിസ്തു? സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായെന്ന്. എന്റെ വാക്കല്ല, വേഷം മാറിയെന്നുമല്ല. ശ്രദ്ധിക്കണം, ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. വേഷം മാറി എന്നല്ല പറയുന്നത്, യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി. പൗലോസ് പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിന്റെ രൂപം എടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റൂ? ദൈവത്തിന്റെ രൂപം ആർക്കേ പറ്റൂ? ദൈവത്തിനെ പറ്റൂ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അത് പറയുന്നേ, അവൻ ദൈവരൂപത്തിലിരിക്കെ, സാക്ഷാൽ ദൈവമായിരിക്കെ അവൻ വേഷത്തിൽ മനുഷ്യനായി എന്ന് തിരുവചനമാ പറയുന്ന, ഞാനല്ല. അവൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം സ്വന്തം ചുമലിൽ വഹിച്ചു, കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നാഥൻ നടന്നു കയറി. സർവമാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം കാൽവരിയുടെ കൊലക്കളത്തിൽ തന്റെ പ്രാണനെ യാഗമാക്കിക്കൊണ്ട് കർത്താവ് നൽകി. നമ്മുടെ കാതലായ വിഷയത്തിലോട്ട് വരാൻ പോവാണ്. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടയ്ക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം 3-ാം നാൾ പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുകയാണ്. ഇനിയാണ് വിഷയം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പലതവണ പ്രത്യക്ഷനായിക്കൊണ്ട് അനന്തരം അന്ത്യകൽപ്പന കൊടുത്തു. ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അന്ത്യകൽപ്പനയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ചൊക്കെ തെളിയിച്ചു പ്രസംഗിച്ചതാ. ഇന്ന് അതിന് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഈ അന്ത്യകൽപ്പനയിൽ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായി സുവിശേഷം 28:18 അന്ത്യകൽപ്പന. അതിന് ഒരു ഭാഗം നമ്മുടെ കുറിവാക്യത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട്, മാത്രം അതൊന്ന് പറയാം. ഇങ്ങനെയാണ്: യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, അടുത്ത പദമാണ് ശ്രദ്ധേയം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വാക്കിൽ തുടങ്ങി എന്ത്? ഉപദേശത്തിന്റെ പ്രാധാന്യം. ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. ഈ കൽപ്പന ഏറ്റെടുത്ത കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തോട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന പ്രവൃത്തി 1:11 ദൂതസംഘം വെളിപ്പെടുത്തി. ശിഷ്യന്മാർ അനന്തരം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വാങ്ങിപ്പോയി. നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വികലമായി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം
പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് ഇന്ന് സകലവിധമാകുന്ന കോമാളിത്തരങ്ങളും ഇവർ കാണിക്കുന്നത്. ആത്മാവ് കയറിയിട്ട് ഒരുത്തൻ ഡെസ്കിന്റെ മേളയിൽ കയറുന്നു, വേറൊരുത്തൻ കസേര എടുത്ത് തോളയിലിട്ടടിക്കുന്നു, വേറൊരുത്തൻ ജനലെ പിടിച്ചു തൂങ്ങുന്നു, അങ്ങ് കിടന്ന് ഭ്രാന്തെടുക്കുക. പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് സകലവിധ കോമാളിത്തരങ്ങളും കാണിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ കുഞ്ഞെ, ഇതിനകത്തിരിക്കുന്ന എത്ര പേരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വാക്യ സഹിതം ഇപ്പൊ തെളിയിക്കാൻ പോവുക. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോണം എത്ര പേരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. തെളിവ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമോൻ പാസ്റ്റർ നാട്ടിലിരിക്കുന്ന എന്നോട് വിളിച്ച് പറയാ, ഷമീർ പാസ്റ്ററെ ഞാനൊരു 10,000 രൂപ അങ്ങോട്ടയക്കും, ശ്രദ്ധിച്ചു കേട്ടോണം, അങ്ങോട്ടയക്കും. പാസ്റ്റർ 5,000 രൂപ പുനലൂരുള്ള ഇന്ന സഭയെ കൊണ്ട് കൊടുക്കണം. ശരി. 2,000 രൂപ നമ്മുടെ കൊല്ലത്തുള്ള ഇന്ന അച്ചായൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി. പിന്നെ ഒരു 2,000 രൂപ നമ്മുടെ അടൂർ കൊണ്ടുപോയി ഏൽപ്പിക്കണം. പിന്നെ ഒരു 1,000 രൂപ ഉണ്ടല്ലോ, അത് പാസ്റ്റർ എടുത്തു. ശ്രദ്ധിച്ചോ, അയക്കാമെന്ന് പറഞ്ഞത് ആരാ? കുഞ്ഞുമോൻ. അയക്കാമെന്ന് പറഞ്ഞത് കുഞ്ഞുമോനാണെങ്കിൽ എന്തിനയക്കാമെന്നും എന്നോട് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഞാൻ വിശ്വസ്തദാസനാണെങ്കിൽ അദ്ദേഹം എന്നോട് എന്തിനയക്കാമെന്ന് പറഞ്ഞോ അത് കൃത്യമായി ഞാൻ ചെയ്തിരിക്കണം. ചെയ്യണോ വേണ്ടയോ? ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണത്തുള്ളൂ. ശരിയാണോ ഈ പറഞ്ഞേ? മിണ്ടുന്നില്ല. ശരിയാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞത് ആരാ? യേശു ക്രിസ്തു. എന്തിനയക്കാമെന്നും കർത്താവ് പറഞ്ഞില്ലേ? പറഞ്ഞു. അങ്ങനെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്നിൽ എന്ത് ചെയ്തിരിക്കണം? നടന്നെങ്കിൽ മാത്രമേ ഈ യേശു അയച്ച പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അത് തർക്കമുണ്ടോ? ഇല്ല. എന്നാൽ എന്തിനാ അയച്ചതെന്ന് നമുക്കൊന്ന് പഠിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:26 വായിച്ചു കൊടുറക്കെ. യോഹന്നാന്റെ സുവിശേഷം 14:26. ഇന്നിപ്പോ സന്ധ്യക്കറിയാം എത്ര പേരിലുണ്ട് ആത്മാവെന്ന്. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും പറ സകലവും. അപ്പൊ പരിശുദ്ധ യേശു കൽപ്പിച്ച അന്ത്യകൽപ്പനയിലും കിടക്കുന്നു ഉപദേശം. പരിശുദ്ധാത്മ വന്നാലും നിന്നെ എന്ത് ചെയ്യും? ഉപദേശത്തിൽ നിർത്തും. പരിശുദ്ധാത്മാവ് ബൈബിൾ പറയുന്ന യേശു അയക്കാമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഉപദേശം വിട്ടൊരു കളിക്ക് കൈയടിക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. പിടികിട്ടുന്നുണ്ടോ? നിന്റെ അകത്ത് ഈ പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഉപദേശം വിട്ടൊരു കളിക്ക് കൂട്ടുനിൽക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. അതാ ഈ പ്രശ്നം. ഈ പരിശുദ്ധാത്മാവ് ചിലരുടെയൊക്കെ അകത്തുണ്ട്, എല്ലാവരുടെയും ഇല്ല, ചിലരുടെയൊക്കെ അകത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കോമാളിത്തരങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഇറങ്ങിപ്പോകും. കാരണം അവരുടെ അകത്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, സ്വസ്ഥത കിട്ടത്തില്ല, ശ്വാസം മുട്ടിയിട്ട് അവർ ഇറങ്ങി ഓടും. കാരണം ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശത്തിൽ നിർത്തും. 2 അടുത്ത വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാനെന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തു പറയുക, ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ അവൻ എന്ത് ചെയ്യും? റിമൈൻഡ് ചെയ്യും, ഓർമ്മപ്പെടുത്തും. വേദനയോടെ പറയട്ടെ, തിരുവനന്തപുരത്ത് ഒരു ന്യൂ ജനറേഷന്റെ മേൽ ഒരുത്തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ പറയുന്നു, യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം ഒന്നും നമുക്ക് വേണ്ടാന്ന്. ഞാൻ പഠിച്ച പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചതെല്ലാം വേണ്ടാന്ന് അവൻ പറയുമെന്നല്ല പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ ഇതിൽ ആരുടെ മേല ആത്മാവ്? കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞത് 2 വലിയ വായിൽ 2 അന്യഭാഷ പറഞ്ഞ ഉടനെ തികഞ്ഞെന്ന്, അതൊരു ഭാഗമേ ആയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതൊക്കെ നടക്കണം. യേശു പഠിപ്പിച്ചത് നിന്നെ ഓർമ്മപ്പെടുത്തും. എന്താ യേശു പഠിപ്പിച്ചേ? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, വിശക്കുന്നത് തിന്നാൻ കൊടുപ്പിൻ, കൊല ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു പകയ്ക്കരുത്. വ്യഭിചാരം ചെയ്തെന്ന് വായിച്ചിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു മോഹിക്കരുത്. അങ്ങനെ യേശു നിന്നെ എന്തൊക്കെ പഠിപ്പിച്ചോ അതെല്ലാം ഈ പരിശുദ്ധാത്മാവ് നിത്യജീവിതത്തിൽ നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്നെ ഒരുത്തൻ അടിക്കാൻ വന്നു, നിന്റെ ഉള്ളിൽ ഉടനെ പരിശുദ്ധാത്മാവ് ഇരിക്കുകയാണ്, നീ പറയാണ് എന്നാ പിന്നെ അടിച്ചിട്ട് കാണാം അവിടെ വാടാന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തും.
എന്താ? ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അപ്പൊ നീ വടി താഴെയിടും, നീ സത്യത്തിൽ നടക്കും. അതാ പരിശുദ്ധാത്മാവിന്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മാവ് ഉണ്ടെന്ന് പറയുന്നവന്മാരുടെയൊക്കെ വായേന്നിറങ്ങുന്നതും ഇതെല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മൾ വാ പൊളിച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ മേലെ എന്ത് ആത്മാവാ ഉള്ളതെന്ന്. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് വന്നാൽ യേശു പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തും. തീർന്നില്ല. 15:26 വായിച്ചുകൂടെ? 15:26 വായിച്ചുകൂടെ? 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നെ എന്ന് പറഞ്ഞാൽ ആരെ? യേശുവിനെ. അപ്പൊ ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് കുഞ്ഞുമോന്റെ മേൽ വന്നാൽ, ഷമീറിന്റെ മേൽ വന്നാൽ, ബിനുവിന്റെ മേൽ വന്നാൽ നീ ആരെ കുറിച്ച് പറഞ്ഞിരിക്കും? നിന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് നീ പറഞ്ഞിരിക്കും. പറയാതെ നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. അതാ പൗലോസ് പറഞ്ഞേ, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ ബൈബിള് പറയുന്ന പരിശുദ്ധാത്മാവ്, ഒത്തിരി ആത്മാവുണ്ട്. പൗലോസ് തന്നെ പറയുന്നല്ലോ, അനേക ആത്മാക്കൾ പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണമെന്നൊക്കെ. അപ്പൊ ആത്മാവ് ഒത്തിരി ഉണ്ട്. പക്ഷെ ബൈബിള് പറയുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഉറപ്പാണ് നീ നിന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കും. ഓഫീസിൽ എത്രയോ വർഷമായി ജോലി ചെയ്യുന്നു. സഭയ്ക്കകത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ വലിയവായി കൂവുക. തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവനോട് നാളിതുവരെ കർത്താവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവ് ഏതാന്ന് നീ സംശയിച്ചോണം. ആമേൻ. ചിന്തിക്കുക. ബൈബിള് പറയുന്ന കാര്യം പറയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതൊന്നുമല്ല പറയുന്നേ. ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ഉറപ്പാണ് നീ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? ആരും അനക്കൊന്നുമില്ല. ആത്മാവുണ്ടോ? ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. 16:8 വായിച്ചുകൂടെ? 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പദമായത്. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനമാകയാൽ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച് നീതി, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ടീമുകളാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മളെല്ലാം ഈ ഭാഗം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരു കഷണം വിഴുങ്ങിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കഷണം വിഴുങ്ങാൻ വലിയ മിടുക്കരാ. അതിന് ഞാനൊരു തെളിവ് പറയാം. പിന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ വിട്ടാൽ സ്വർഗത്തിൽ തരുന്ന കൂടാതെ കർത്താവ് ഒരു ഓഫർ പറഞ്ഞു. ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് അമ്മയപ്പന്മാരെ, 100 മടങ്ങ് മക്കളെ, 100 മടങ്ങ് നിലങ്ങളെ കിട്ടാതെ പോകുകയില്ല. വായിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ കർത്താവ് സ്വർഗത്തിൽ കൊണ്ട് തരുന്ന പോരാഞ്ഞിട്ട് ഈ ലോകത്തിൽ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആ 100 മടങ്ങ് വേണ്ടവർ കരമുയർത്തിയും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ കാണട്ടെ. എനിക്ക് 2 കൈയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ 2 കൂടെ പോകിയ ഉള്ള. എനിക്ക് വേണം. നിങ്ങൾ ആർക്കൊക്കെ വേണം? കർത്താവിന്റെ സന്നിധിയിലാ ചോദിക്കുന്നേ. കർത്താവ് മുമ്പിൽ നിൽക്കുക, കർത്താവിന്റെ സന്നിധി ചോദിക്കുക. ഇപ്പൊ പറഞ്ഞ തീരുമാനം സ്വർഗം അംഗീകരിക്കും. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം, വേണ്ടെങ്കിൽ പിന്നെ പരാതിയൊന്നും പറയരുത്. കർത്താവ് ബൈബിളിലുള്ള വാക്യമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയും അമ്മ വീടോ വസ്തുവോ നിലങ്ങളെ മക്കളെ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് അമ്മയപ്പന്മാരെയും മക്കളെയും വസ്തുവകളെയും നിലങ്ങളെയും കിട്ടാതെ വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ സൗജന്യ പ്രവേശനം കിട്ടാതെ പോവുകയില്ല എന്ന് പറയുന്ന ഭാഗം. ഈ വാക്യപ്രകാരം ഈ കർത്താവ് ഇതിനകത്ത് പറഞ്ഞ 100 മടങ്ങ് അനുഗ്രഹം വേണ്ടവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആർക്കും വേണ്ട. 4-5 പേർക്ക് മതി, വേറെ ആർക്കും വേണ്ട. അത്ര മതി. ബാക്കിയുള്ള ഒരെണ്ണം ഇനി ദൈവസന്നിധി ചോദിക്കരുത്. എന്താ കർത്താവേ, എന്നെ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്നൊന്നും ഒരുത്തനും മിണ്ടിയേക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇപ്പൊ പറഞ്ഞേ വേണ്ടാന്ന്. എനിക്ക് വേണം. ഞാൻ 2 കൈയും കൂടെ പൊക്കും. കാരണം കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ എനിക്ക് വേണം. അതാ ഞാൻ പറഞ്ഞേ. ബൈബിളിൽ പറയാത്തൊന്നും വേണ്ട. ബൈബിളിൽ പറഞ്ഞിരിക്കുക ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ്. അത് വേണ്ടേ? സന്തോഷത്തോടൊന്ന് സ്തുതിച്ചാട്ടെ. വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. മർക്കോസ് 10:29 വായിച്ചു കൊടുത്തേ. മർക്കോസ് 10:29 വായിച്ചു കൊടുത്തേ. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, അടുത്ത പദം, ഈ ലോകത്തിൽ തന്നെ അടുത്ത പദം, ഉപദ്രവങ്ങളോട് കൂടെ, ഒന്നുകൂടെ, ഉപദ്രവങ്ങളോട്, എന്തും കൂടെ, ഉപദ്രവങ്ങളോട് കൂടെ. മൈക്ക് ഓഫ് ചെയ്തോ?
ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ്. 100 മടങ്ങ്. ഈ 100 മടങ്ങ് വേണ്ടവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നേരത്തെ കൈയൊക്കെ ഉണ്ടോ? സ്തോത്രം. ഇതാണ് കർത്താവ് പറഞ്ഞ അനുഗ്രഹം. അല്ലാതെ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്, സൈക്കിളെ വാടാ കാറേ പോടാ, ആ പരിപാടിയൊന്നുമില്ല. ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ്. ഈ ഉപദ്രവം മാറാനാണ് പലരും ഉപവാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. മാറുമോ? മിണ്ടുന്നില്ല. എന്താ കർത്താവേ, നീ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എന്നെ കളിയാക്കുന്ന, എന്നെ പരിഹസിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ 100 ചോദ്യം കർത്താവിനോട് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചു തീരുമ്പോഴാണ് കൊയർ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. അപ്പൊ എഴുന്നേറ്റുന്നൊരു പാട്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും വിഴുങ്ങിക്കളയുന്ന ഒരു കഷണമാണ് ഉപദ്രവങ്ങളോടുകൂടെ. അത് മാറാനൊന്നും പോകുന്നില്ല ദൈവമക്കളെ. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞതാ, ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ. അപ്പൊ ആ ഷമീർ, പുള്ളി മുസ്ലിമിൽ നിന്ന് വന്നേല്ലോ, അതുകൊണ്ട് പുള്ളിക്ക് ഉപദ്രവം. അങ്ങനൊന്നുമില്ല. ദൈവത്തിന് മുഖപക്ഷം. ചിലർ എൻ്റെ അടുത്ത് പറയാറുമുണ്ട്, അതെ നിങ്ങളെയൊക്കെ ദൈവം ഇങ്ങനെ ഉപയോഗിക്കുന്നതേ ഈ മുസ്ലിമിൽ നിന്നൊക്കെ, അയ്യോ എന്തോ കഷ്ടമായി പറയുന്നത്. ദൈവത്തിന് അങ്ങനെ വല്ലതും ഉണ്ടോ? ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. നമുക്കായി ഈ എൻ്റെ ചിന്തയെ പറഞ്ഞ ഈ കൂടെ ഇവിടെ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? കൂട്ടത്തിൽ കൂട്ടാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടായി കൂടെ ഇതിങ്ങനെ പെരുപ്പിച്ചു പോവാ. ഈ ഇടയ്ക്ക് പിന്നെ ഒരു ഉപദേശി യോഗ സമയത്ത് യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ പരസ്യമൊക്കെ ചെയ്യുമെന്ന് പറയാം. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏരിയയിൽ ഒരു പരസ്യവും ചെയ്യാം. ഞാൻ പറഞ്ഞു പിന്നെന്താ, അപ്പം നിങ്ങളെങ്ങനെ ടീമായിട്ട് വരുമോ? പിന്നെ വണ്ടി സാധനങ്ങൾ ടീമായിട്ട് വരും. നിങ്ങളവിടെ സ്ഥലം മാത്രം ഫിക്സ് ചെയ്താൽ മതി, നമ്മളവിടെ വന്നങ്ങ് പ്രസംഗിച്ചോളൂ. അപ്പം വേറെ ഒന്നുമില്ല. ഓക്കെ. പിന്നൊരു കാര്യമുണ്ട്. എന്തുവാ? അവിടെ മൊത്തം നിങ്ങളുടെ ആൾക്കാരാ. ആരുടെ? സ്തോത്രം. അവിടെ മൊത്തം നിങ്ങളുടെ. അപ്പൊ ഇവൻ എന്നെ ആരാട്ടാ കണ്ടേ? നിങ്ങളുടെ ആൾക്കാരാ. രക്ഷിക്കപ്പെട്ടെന്ന് സ്നാനപ്പെട്ടെന്നും എല്ലാം പറഞ്ഞിട്ടും എവൻ ഇരുന്ന് ഇങ്ങനെ ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ഇവന് ഇങ്ങനെ എഴുതുക കാക്ക. ഇവന് വല്ല ബോധമുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധിച്ച, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നാൽ എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വിഴുങ്ങിക്കളയരുത്. ആ കഷണം ആർക്ക് ബോധം വരുത്തും? പറയാച്ചാ, ആർക്ക് ബോധം വരുത്തുവച്ചാ? അത് ശ്രദ്ധിച്ചില്ല. ആ കഷണം വിഴുങ്ങിയത് പറയാൻ വേണ്ടിയാ മറ്റേ ഭാഗത്തിലോട്ട് പോയെ. വായിച്ചേ 16:8, യോഹന്നാൻ 16:8 വായിച്ചൂടെ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആർക്ക്? ലോകത്തിന് ബോധം വരുത്തും. നിന്റെ മേൽ ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ ലോകത്തിലോട്ടിറങ്ങും. എന്നിട്ട് ലോകത്തോട് പറയും, ലോകമേ നീ പാപത്തിലാണ്, ആദാമ്യ പാപത്തിലാണ്. നിന്റെ പാപത്തിൽ നിന്നെ മോചിപ്പിപ്പാൻ നീതിയായ ക്രിസ്തു വെളിപ്പെട്ടു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ വിശ്വസിക്കായികയാൽ തന്നെ എന്തു വരുന്നു? ന്യായവിധി വരുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ, പച്ചക്ക് പറഞ്ഞാൽ, നീ ലോകത്തോട് എന്തു പറയും? സുവിശേഷം പറയും. ഇന്ന് പരിശുദ്ധാത്മാവുണ്ട്, അന്യഭാഷയുണ്ട്, വായ കമ്പിട്ട് കുത്തിയ ഒരുത്തനോട് കർത്താവിനെ കുറിച്ച് പറയല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടന്മാരെ പോലെ റോഡിൽ ഇറങ്ങി നിൽക്കുന്നത്, സുവിശേഷം പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഇതുപോലുള്ള കൺവെൻഷനിലൊക്കെ നമ്മൾ വന്നാൽ എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട്, ചെറുതായാലും വലുതായാലും കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വണ്ടിക്കൂലി തരും, കൂട്ടായ്മ തരും എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ എല്ലാവരും കൺവെൻഷൻ വേദികളിൽ പോകുന്ന പ്രസംഗിക്കാൻ. ചോദ്യം, ഈ കവലയിലോട്ട് ചെന്നാൽ അവിടെ കവർ വാട്ടാരാണ്ട് നിൽപ്പുണ്ടോ? ആകെപ്പാടെ നിൽക്കുന്ന വല്ല ആർഎസ്എസ്കാരന്മാരും കുടിയന്മാരും അവനൊക്കെ എടുത്തിട്ട് ചീത്ത വിളിക്കും, അടിക്കും. ഇതൊക്കെ ഉള്ളു പ്രതീക്ഷിക്കുക. അവിടെ കനമുള്ള കവറും കൊണ്ട് അവിടെങ്ങും ആരുമില്ല. എന്നാൽ ഇത് ചെയ്തേ ഒക്കൂ. കാരണം പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലായാലും ഈ കർത്താവിനെ കുറിച്ച് നീ ലോകത്തോട് പറയും. നിന്റെ അകത്ത് ഈ പറയുന്ന ആത്മാവുണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൗത്യം വലുതാ. ഇനി 16:13 വായിച്ചേ. 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സൂത്രത്തിലും നടത്തുന്ന ആരെങ്കിലും ബൈബിളിലുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിന്റെ സൂത്രമൊക്കെ തീരും. പിന്നെ എങ്ങനെ നടക്കും?
സകല സത്യത്തിലും വഴി നടത്തും. ഈ 5 കൂട്ടം കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് പറ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരുടെ മേൽ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ട്? സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞേ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഞായറാഴ്ചയോ ഒരു വെള്ളിയാഴ്ചയോ ഒരു പ്രാർത്ഥന സ്ഥലത്ത് ഓടിച്ചെന്ന് കാണുന്ന ഉടനെ ചാടി പുറപ്പെട്ട് വരുന്ന 2 അന്യഭാഷ കൊണ്ട് തീരുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത്. വലിയ ദൗത്യം നമ്മുടെ മേൽ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. അപ്പൊ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പറ. പ്രസംഗിക്കണ്ട, നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോവാ. ആരാ? പത്രോസ്ലീഹ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. പത്രോസ്ലീഹ ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രവൃത്തി 2:37 വായിക്കച്ച. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഒന്നുകൂടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. അപ്പൊ ഒരു കാര്യം ദൈവമക്കൾ സമ്മതിച്ചോ? ഇങ്ങോട്ട് നോക്കേ, ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചോ? ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ എന്തുകൊള്ളും? കുത്തുകൊള്ളും. അപ്പൊ പ്രസംഗിക്കുന്നവന്റെ മേൽ ഏത് ആത്മാവുണ്ടെന്ന് പ്രസംഗം കേൾക്കുമ്പോ അറിയാം. ഇക്കിളി കൊള്ളുമല്ല, പിന്നെയോ കുത്തുകൊള്ളുമെങ്കിൽ ബൈബിൾ പറയുന്ന മറ്റേതെങ്കിലും ഒക്കെ ആത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ നമുക്ക് ഇച്ചിരി രോമാഞ്ചമൊക്കെ തോന്നി, രസമൊക്കെ തോന്നും. പക്ഷെ ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് ആത്മപൂർണനായി പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് രസമല്ല തോന്നിയത്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമധ്യ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടു. ആമേൻ. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു വെച്ചാ കമ്മിറ്റി കൂടി, ഒന്നുകിൽ ഈ പാർശ്വ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി പോകും. തോമാച്ച പൂട്ട് വേടിയിടാ, പൂട്ടടാ ചർച്ച്. പൂട്ടിയാ കമ്മിറ്റി കൂടി പാർശ്വ സ്ഥലം മാറ്റാൻ പോയാ. ഇന്ന് അങ്ങനെയൊക്കെയാ. കുത്തുകൊണ്ടുപോയാ പറയും എന്നെ തന്നെ കുത്തി അങ്ങേര് പ്രസംഗിച്ചത്, അങ്ങേരെ സ്ഥലം മാറ്റണം, കത്ത് കൊടുക്കും. എന്നാ അവിടെ കുത്തുകൊണ്ടവരെല്ലാം കൂടെ പത്രോസിന്റെ കൊങ്ങായ്ക്ക് പിടിച്ചെന്നല്ല. പിന്നെന്താ? വായിച്ചു തുടച്ച. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്തത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നമ്മുടെ കൂടിയവർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, അവരുടെ തലമുറയ്ക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരെ കിടക്കുന്ന ഷമീറിനും ഗോപാലകൃഷ്ണനും എല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന്. അടുത്തത് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. അടുത്ത പദം കാത് തുറന്നൊന്ന് കേട്ടോണം, ഒരു വിഷയം പറയാനുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവെന്ന് പറഞ്ഞു. ഈ വാക്ക് നിങ്ങൾ കേട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ പ്രസംഗകൻ ഇപ്പം ഇന്റർനെറ്റിലൂടെ എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ എടുക്കണ്ട, യേശുക്രിസ്തു പറഞ്ഞ 26 കൂട്ടം കാര്യങ്ങൾ തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു യേശു. ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ യേശു ഒരു പദം പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. ആ ഒറ്റ വാക്യം എടുത്തു വെച്ചുകൊണ്ട് പുള്ളി പറയുകയാണ് ആ തലമുറയൊക്കെ എന്നേ പോയി. അപ്പൊ യേശു പറഞ്ഞ 26 കൂട്ടം കാര്യങ്ങളും എന്ത് ചെയ്തു? സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു വന്നിട്ട് പോയെന്ന്. പക്ഷെ എവൻ പോയില്ല, അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതാ രസം. ചുരുക്കി പറഞ്ഞാൽ യേശു വന്നിട്ട് പോയെന്നും 26 കൂട്ടം കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞുവെന്നും തെളിയിക്കാൻ ഇവൻ എടുക്കുന്ന വാക്യം ഏതെന്നറിയാമോ? ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ, ആ പദമാണ് എടുക്കുന്നത്, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതിനെ ഒന്ന് തെളിയിക്കാനാ ഈ വാക്യം ഞാൻ വായിച്ചത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ. ഇത് പത്രോസ് പറയുന്നത് നമ്മളെ കുറിച്ചാണോ അതോ അന്നുണ്ടായിരുന്ന തലമുറയെ കുറിച്ചാണോ? അന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഇന്നത്തെ തലമുറയിൽ വക്രതയില്ലേ? വക്രതയുള്ള ആ തലമുറ എല്ലാം ചത്തുപോയല്ലോ. ഇപ്പൊ നമ്മൾ വക്രതയൊന്നും ഇല്ലാത്ത തലമുറയിലാണോ? ഇന്നാ കൂടുതൽ. അപ്പൊ ഈ വക്രതയുള്ള തലമുറ എന്നവിടെ പറഞ്ഞാൽ ഈ തലമുറ എന്നവിടെ സംബോധന ചെയ്യുന്നത് പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, നിന്റെ വരവിനും യുഗാവസാനമെന്ന അതിന്റെ മൂലഭാഷ എന്ന പുള്ളി പറഞ്ഞ അത് ശരിയാ, അത് തെറ്റല്ല. യുഗാവസാനമെന്ന ഒറിജിനൽ ട്രാൻസ്ലേഷൻ യുഗാവസാനം. നിന്റെ വരവിനും യുഗാവസാനത്തിനും ലക്ഷണം എന്തെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നതാണ് അടയാളങ്ങൾ പറഞ്ഞു തീർന്നിട്ട് ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ എന്ന് പറഞ്ഞാൽ
ഈ കൃപായുഗം. ഈ പാപത്തിൽ വീണ് കിടക്കുന്ന ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഒഴിഞ്ഞു പോകും എപ്പോഴാ? യേശുക്രിസ്തുവിന്റെ വരവിലാണ് ഈ കൃപായുഗത്തിന്റെ അവസാനം. ആ പാപത്തിൽ വീണ് കിടക്കുന്ന തലമുറയാണ് ഈ തലമുറ എന്ന് സംബോധന ചെയ്യുന്നത്. ഇത് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പത്രോസും പറയുന്നത് ഈ വക്രതയുള്ള തലമുറ എന്ന് പറഞ്ഞാൽ അന്ന് മതി, ഇന്ന് ആരും രക്ഷിക്കപ്പെടേണ്ടെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുവോ? ഇല്ല, ഇന്നും വക്രതയുള്ള തലമുറയാണ്. അപ്പൊ പാപത്തിൽ വീണ് കിടക്കുന്ന ഈ തലമുറ എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ മർമ്മം. ഇതറിയാതെ പൊട്ടത്തരം പറയുന്നതിന്റെ അടുത്തൊന്നും ചെന്ന് വീണ് കൊടുക്കരുത്. ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടും. അടുത്ത വാക്ക് വായിച്ചു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗമാ, 3000-ഓളം പേര് സ്നാനപ്പെടാൻ രംഗത്ത് വന്നു. ഇന്നിപ്പോ ഇല്ല കാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പോലെ എല്ലാം കേട്ടോ അമ്മാമേ? ആ കേട്ടു. മനസ്സിലായോ? ആ മനസ്സിലായി. നമുക്ക് സ്നാനപ്പെടാം. ഇങ്ങോട്ട് പിടിക്കും, കാള അങ്ങോട്ട് തല വലിക്കും, ഇങ്ങോട്ട് കയറെ പിടിക്കും, അങ്ങോട്ട് വലിക്കുന്ന പോലെയാണ്. ഇതെല്ലാം മനസ്സിലായാലും ആ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ഇച്ചിരി കഴിയട്ടെ ഇങ്ങനെയൊക്കെ പറയാം. അവിടെ ഒറ്റ പ്രസംഗത്തിൽ കാര്യം ബോധ്യപ്പെട്ടു. 3000-ഓളം പേര് സ്നാനപ്പെടാൻ രംഗത്ത് പെടുന്നു. അടുത്ത പദം നമ്മുടെ കുറിവാക്യത്തോട് ചേർന്ന് കിടക്കുക. വായിച്ചു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. യേശു പഠിപ്പിച്ച അന്ത്യകൽപ്പനയിൽ വന്നു ഉപദേശം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അവൻ ഉപദേശത്തിൽ നിർത്തും. ഇവിടെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോഴും എന്തുവാ പറയുന്നേ? ഉപദേശം കേട്ടു. അപ്പൊ കാതലായ വിഷയമാണ് ഉപദേശം. ഇതെന്താണെന്ന് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത്. ഉപദേശം കേട്ടും. അടുത്തത് കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം വായിച്ചു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതിന്റെ മുമ്പത്തെ വാക്യം ഇടയ്ക്ക് കയറി വന്നതാ. ദൈവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തു. അപ്പൊ രക്ഷിക്കപ്പെട്ട കൂട്ടം അതാണ് സഭ. വിശ്വസിച്ച കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം, ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഇനി ഈ സഭയ്ക്കെഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിന്റെ പോയിന്റിൽ എത്തി നിൽക്കുക. ഇനിയാണ് ആ ലേഖനത്തിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ഈ ലേഖനങ്ങളിലാണ് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണം കിടക്കുന്നത്. അതനുസരിച്ച് ജീവിച്ചെങ്കിലേ നീ മഹത്വം പ്രാപിക്കത്തുള്ളൂ. അതെന്താണ് ആ പ്രമാണം, എന്താണ് ആ ഉപദേശമെന്ന് നമ്മൾ ബ്രേക്കിന് ശേഷം തുടർന്ന് ചിന്തിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കേൾക്കും.